പഠിക്കുന്നത് ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. ഒരു സ്കൂൾ ടെക്സ്റ്റ് ഒരു ചാപ്റ്ററാണ്. അതിനകത്ത് നമുക്ക് വേണ്ടുന്ന കുറച്ച് കണ്ടൻസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത് അല്ലേ. നമ്മൾ എന്താണ് സോളജി പാർട്ട് മൊത്തം ഒരുവിധം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട പാർട്സൊക്കെ ഒരുവിധം എല്ലാം തീർത്തു. ജസ്റ്റ് ഒരു സിമ്പിൾ റിവിഷനും നടത്തി, PYQ ഒക്കെ റിലേറ്റ് ചെയ്തൊരു റിവിഷനൊക്കെ നടത്തി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഭാഗത്തിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് എടുത്ത് പഠിക്കാം. പുറത്തുനിന്നൊന്നും അധികം അങ്ങനെ വരാനുള്ള സാധ്യതകളില്ല. അതെല്ലാം കൂടി നമുക്കൊരു ക്ലാസ്സിൽ കോർഡിനേറ്റ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ എക്സാമൊക്കെ അടുത്ത് വന്നു ഇല്ലേ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം, റിവിഷനും ഒക്കെ വേണം. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, പരിസ്ഥിതി എന്നുള്ള ഭാഗം തീർക്കാം. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കാം. ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ നോക്കിക്കോളൂ. അതാണ്ട് ചിത്രം സ്കൂൾ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. നമുക്ക് ഒറ്റക്കെട്ടായി ഹരിതഭൂമിയെ വീണ്ടെടുക്കാം അല്ലേ. ഹരിതഭൂമിക്ക് ഇപ്പോൾ എന്താണ്, ഹരിതാഭം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അല്ലേ. എല്ലാവരും സസ്യങ്ങളെയൊക്കെ അല്ലെങ്കിൽ എന്താണ് വൃക്ഷങ്ങളെയൊക്കെ വെട്ടി നശിപ്പിക്കുകയും ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇനിയുള്ള ഒരു അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭൂമിയെ സംരക്ഷിച്ച് അവരുടെ കയ്യിലേക്ക് കൊടുക്കണം. അതിൻ്റെ ആവശ്യകതയുണ്ട് അല്ലേ. അല്ലാതെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ എല്ലാം അവസാനിപ്പിച്ചത് നമ്മുടെ കാര്യം മാത്രമാണോ? അല്ല. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഹരിതഭൂമിയെ നമുക്ക് വീണ്ടെടുക്കാം. ജസ്റ്റ് ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. നോക്കൂ, ആഗോളതാപനത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുക എന്ന സന്ദേശത്തെ അടിസ്ഥാനമാക്കി കുട്ടികൾ നടപ്പാക്കിയ ഒരു പോസ്റ്റർ രചനാ മത്സരവുമായി ബന്ധപ്പെട്ടൊരു ചിത്രമാണ്. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അടുത്ത നോക്കിക്കോളൂ. ആഗോളതാപനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ആഗോളതാപനം? താപം എന്നുള്ളൊരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ചൂടില്ലേ, ചൂട് കൂടുകയാണ്. ഭൂമിയുടെ താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രതിഭാസമാണ് എന്ത്, ആഗോള താപനം. അപ്പൊ എന്താണ് ആഗോള താപനം? ഭൂമിയുടെ താപനില എന്താണ്, താപനില കൂടിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു പ്രതിഭാസമാണ് എന്ത്, ആഗോള താപനം. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ് ഇതിൻ്റെ മുഖ്യ കാരണം. അപ്പം ആഗോളതാപനത്തിൻ്റെ പ്രധാന കാരണക്കാരൻ ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടാൻ കാരണമായ നമ്മളാണ്. എങ്കിലും നമുക്ക് ആരുടെ തലയിൽ വെക്കണം പഴി, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ തലയിൽ വെക്കണം. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് CO2 അല്ലേ, നമ്മുടെ CO2 കൂടുന്നതാണ് എന്തിന് കാരണം, ആഗോളതാപനത്തിന് കാരണമാകുന്നത്. അതിനെ ഒരു പരിധിവരെ തടയിടാൻ ആർക്ക് കഴിയുന്നുണ്ട്, സസ്യങ്ങൾക്ക് കഴിയുന്നുണ്ട് അല്ലേ. അപ്പം ഈ ചൂട് കൂടുന്നതിൻ്റെ കാരണം സസ്യങ്ങൾ കുറയുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് മനുഷ്യൻ്റെ പ്രവർത്തനം മൂലം ഒരുപാട് അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എത്തുകയും അതിൻ്റെ റേറ്റ് കൂടുകയും ചെയ്യുന്നത് കൊണ്ടാണ് ആഗോളതാപനം ഉണ്ടാകുന്നത്. അതിനെ ഒരു പരിധി വരെ തടയാൻ ആർക്ക് സഹായിക്കാൻ കഴിയും, നമ്മളെ സസ്യങ്ങൾക്ക് സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സസ്യങ്ങളെ അല്ലെങ്കിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഓക്കെ, എന്നാൽ ഇവിടെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. നമ്മൾ എപ്പോൾ പ്ലാന്റ് സയൻസിനെ കുറിച്ച് പറഞ്ഞാലും നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യം, അതായത് ഞങ്ങൾ 5ാം ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്ന ഒരു വാക്കാണ് ഫോട്ടോസിന്തസിസ് ഇല്ലേ. ആ ഫോട്ടോസിന്തസിസ് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വളരെ കുഞ്ഞു ക്ലാസ്സിൽ തൊട്ടേ പഠിക്കുന്ന ഒരു കാര്യമാണ്. അതുമായി റിലേറ്റ് ചെയ്തൊരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കും ഇവിടെ ആദ്യം എന്തിനെ തന്നെ പഠിക്കാം, ഫോട്ടോസിന്തസിസിനെ തന്നെ പഠിക്കാം. എന്താണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് വെച്ചാൽ എന്താണ് ഫോട്ടോസിന്തസിസ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നില്ലേ, ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഒരേപോലെ അറിയാവുന്ന കാര്യമാണ്. അത് പറയാൻ നിന്നാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങളെ കളിയാക്കുകയാണെന്നല്ലേ. ഫോട്ടോസിന്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ പെട്ടെന്ന് പറയും, ഫോട്ടോ പ്രകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ആഹാരത്തെ നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്, ഫോട്ടോസിന്തസിസ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പ്രകാശത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് എന്ത് ചെയ്യുന്നു, ആഹാരം സിന്തസിസ് ചെയ്യുന്നു. അവർക്ക് വേണ്ടുന്ന ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ത്, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. താണ്ടെ ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്ക്. സസ്യങ്ങളുണ്ട് നടുക്ക്, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് എന്തുണ്ടാക്കുന്നു പുള്ളിക്കാരൻ, ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ഗ്ലൂക്കോസ് അല്ലേ അയാളുടെ ആഹാരം, അതുണ്ടാക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് നമ്മുടെ ഓക്സിജനെ വിടുന്നു. ഇതൊക്കെ നമുക്കറിയാം. ഈ ഓക്സിജനെ ജന്തുക്കൾ ശ്വസിക്കുന്നു. ഇതെല്ലാ കാര്യങ്ങളും നമുക്കറിയാം അല്ലേ. ഇതിനെ ശ്വസിച്ചുകൊണ്ട് ജന്തുക്കൾ എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു ഇല്ലേ. അപ്പം എങ്ങനെയാണ്, എല്ലാ ജന്തുജാലങ്ങളും അതായത് ആനിമൽ കാറ്റഗറി പെടുന്നവരെല്ലാം എന്ത് ചെയ്യുന്നു, ഓക്സിജനെ ശ്വസിക്കുന്നു. ഞാനിങ്ങനെ പറയുന്നത് ശരിയാണോ തെറ്റാണോ?
ആനിമൽ കാറ്റഗറിയിൽ പെട്ടവരെല്ലാം ഓക്സിജനാണ് ശ്വസിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. തെറ്റാണല്ലേ? കാരണം സസ്യജാലങ്ങളും ശ്വസിക്കുന്നത് ആരെ തന്നെയാണ്? ഓക്സിജനെ തന്നെയാണ്. ഒരു സംശയമില്ലാതെ പഠിച്ചു വെച്ചേക്കണം. എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കുന്നത് ജീവവായുവായ ഓക്സിജനാണ്, ഒരു ഡൗട്ടുമില്ല. പിന്നെ എന്തിനാണ് സസ്യങ്ങൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത്? അവരുടെ ആഹാര നിർമ്മാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത്. അവർക്ക് ശ്വസനത്തിന് വേണ്ടി ആരെ തന്നെയാണ് അവർ വലിച്ചെടുക്കുന്നത്? ഓക്സിജനെ തന്നെയാണ് വലിച്ചെടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ ഇവിടെ നമുക്ക് നോർമലി പറയാം, എന്താണ്? നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടും അല്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആർക്ക്? ഫുഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഫുഡ് സിന്തസിസിന് വേണ്ടി പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളിലേക്ക് വലിച്ചെടുക്കും അല്ലേ? ഉള്ളിലേക്ക് വലിച്ചെടുത്ത് അവരെന്ത് ചെയ്യുന്നു? അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും പുറത്തേക്ക് ആരെ വിടുന്നു? ഓക്സിജനെ വിടുന്നു. ഈ ഓക്സിജനെ വീണ്ടും ശ്വസനത്തിനായിട്ട് മറ്റുള്ളവയെല്ലാം ഉപയോഗിക്കുന്നു. ഇതാണ് ഒരു സൈക്കിൾ കേട്ടോ. ഇപ്പം അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊട്ടും ചിന്തിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം അല്ലേ? ഇത് നോക്കിയേ നിങ്ങൾ, ഇവിടെ ഒരു ഇലയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇലയിലൂടെയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് ആര്? ചെടി. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലയുടെ പച്ച നിറമുണ്ടായത് കൊണ്ടാണ് അവയ്ക്ക് എന്ത് സാധിക്കുന്നത്? ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സാധിക്കുന്നതെന്നൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് ആസ്യരന്ധ്രങ്ങൾ. അതായത് ഈ ഇലയിൽ കാണപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങളെയാണ് എന്ത് പറയുന്നത്? ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റ എന്ന് പറയും. ഈ സ്റ്റൊമാറ്റ എന്ന ഹോൾസിലൂടെയാണ് ഈ ഇലകൾ എന്ത് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത്. ഈ ആസ്യരന്ധ്രങ്ങളുടെ ഒരു ചിത്രം ഇതാണ്. എന്ത്? ആസ്യരന്ധ്രം. ഓക്കെ ആണോ? രണ്ട നിങ്ങൾ നോക്കിയേ, അടുത്തതായിട്ടൊരു ചിത്രം കൊടുത്തിരിക്കുന്ന സസ്യകോശത്തിൻ്റെയാണ് കേട്ടോ. സസ്യകോശത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സസ്യകോശമാണ് അതില്ലേ. അപ്പം സസ്യകോശത്തിനകത്ത് ആരെ കാണാം? ഹരിതകണത്തെ കാണാം. ഈ ഹരിതകണമാണ് എന്തിനു സഹായിക്കുന്നത്? ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നത്. കുഞ്ഞുങ്ങളെ, ഒരു ഇല എടുത്താൽ ആ ഇലയിൽ നിറയെ പോർസ് കാണാൻ പറ്റും. ഇലയുടെ അടിയിൽ മുകളിലൊക്കെ എന്ത് കാണാൻ സാധിക്കും? പോർസ് കാണാൻ സാധിക്കും. ആ പോർസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റൊമാറ്റ എന്ന് വിളിക്കുന്നു, ആസ്യരന്ധ്രങ്ങൾ എന്ന് വിളിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് ഈ സ്റ്റൊമാറ്റയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ ഇലയിലെ അല്ലെങ്കിൽ ആ സസ്യത്തിലെ ഒരു സസ്യം നമ്മൾ എടുക്കുകയെന്ന് വെച്ചോ, ഒരു പ്ലാന്റ് എടുത്തെന്ന് വെച്ചോളൂ. ഞാൻ ഒരു പ്ലാന്റ് എടുത്തു, നിറയെ ഇലകളൊക്കെ ഉള്ള ഒരു പ്ലാന്റ് എടുത്തെന്ന് വെച്ചോളൂ. ഈ പ്ലാന്റിനകത്ത് എന്ത് കാണാൻ സാധിക്കും? നിറയെ കോശങ്ങളുണ്ട്. ആ കോശങ്ങൾക്കുള്ളിൽ ആരുണ്ട്? ഹരിതകണമുണ്ട്. ഈ ഹരിതകണമാണ് എന്തിനു സഹായിക്കുന്നത് കുഞ്ഞുങ്ങളെ? ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നത്. അപ്പം ഹരിതകണത്തെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി തന്നെ പഠിക്കണം. ഹരിതകണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പഠിക്കണം. ഇത് ഹരിതകണത്തിനകത്തുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഹരിതകണത്തിനകത്ത് രണ്ട് പാർട്സ് ആണുള്ളത്. ഒന്ന് എന്താണ്? സ്ട്രോമ എന്നും അടുത്തത് എന്താണ്? ഗ്രാന എന്നും അറിയപ്പെടുന്ന രണ്ട് ഭാഗങ്ങൾ. അപ്പോൾ ഹരിതകണത്തിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഏതൊക്കെ? ഗ്രാനയും സ്ട്രോമയും. ഏതൊക്കെയാണ്? ഗ്രാനയും സ്ട്രോമയും ഇല്ലേ? ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഒരു സ്തരസഞ്ചിയുടെ അടുക്കടുക്കായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? ഗ്രാന. സ്തരസഞ്ചിയുടെ അടുക്ക് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? ഗ്രാന. അപ്പം നമ്മളൊരു ഹരിതകണം എടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ആ ഹരിതകണത്തിനകത്ത് നമുക്ക് എന്ത് കാണാം? ഗ്രാന കാണാം. പിന്നെ അതിനകത്തുള്ള ദ്രാവക ഭാഗം എന്താണ്? ഈ സോളിഡ് പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്, അത് ഗ്രാന. ഈ ഗ്രാനയ്ക്ക് ചുറ്റും എന്താണ്? ഈ ഗ്രാന ഒരു വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ദ്രവത്തിനകത്താണ് ഇരിക്കുന്നത്. ആ ദ്രാവക ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്ട്രോമ എന്ന് വിളിക്കുന്നു. ആ ദ്രാവക ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്ട്രോമ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഹരിതകണം എന്താണെന്ന് മനസ്സിലായി. ഹരിതകണത്തിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഭാഗങ്ങളാണ് ഏതൊക്കെ? ഗ്രാനയും സ്ട്രോമയും. സ്തരസഞ്ചിയുടെ അടുക്ക് പോലെ കാണപ്പെടുന്നതാണ് എന്ത്? ഗ്രാന. പിന്നെന്താണ്? ഗ്രാനയെ ചുറ്റിയുള്ള ആ ദ്രാവക ഭാഗമാണ് എന്ത്? സ്ട്രോമ. ഓക്കെ ആണോ? നമ്മൾ ഗുലാബ് ജാമുൻ എടുക്കത്തില്ലേ? കുറേ ലിക്വിഡിനകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ മാവ് പോലുള്ള സംഭവം ബ്ലാക്ക് കളറിൽ ഉരുട്ടി വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? ഗ്രാന ആ ഉണ്ടകളാണെന്ന് വിചാരിക്കുക.
കുറച്ച് വെള്ളത്തിനകത്തല്ലേ ആ ഗ്രാന കിടക്കുന്നത്. അത് സ്ട്രോമയാണ്. ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഗ്രാനയും സ്ട്രോമയും. മറന്നു പോകല്, ദ്രാവക ഭാഗമാണ് സ്ട്രോമ, സ്തരസഞ്ചിയുടെ അടുക്ക് പോലെ കാണപ്പെടുന്നതാണ് ഗ്രാന. ഇത്രയേ ഉള്ളൂ. ഓക്കെ. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിത കണങ്ങളിലാണ്. പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെയാണ്? ഹരിത കണങ്ങളിലാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് ആണ്. ഇലകളിൽ മാത്രമല്ലാതെ എവിടെയൊക്കെ ഹരിത കണങ്ങളുണ്ടോ അവിടെയെല്ലാം. നമ്മൾ പറഞ്ഞു ഹരിതകണത്തെ എവിടെയാണ് കാണപ്പെടുന്നത്? സസ്യകോശങ്ങളിലാണ് കാണപ്പെടുന്നത് ഇല്ലേ? അപ്പം ആ സസ്യകോശങ്ങളിൽ എവിടെയൊക്കെ ഹരിതകണമുണ്ടോ അവിടെയെല്ലാം എന്ത് നടക്കുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഇലകളിൽ മാത്രമല്ല. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്ന ഓപ്ഷന് ഇലയെന്ന് കൊടുക്കും, നമ്മൾ ഇല കുത്തും. ഇലയിലല്ല, എവിടെയാണ്? ഹരിത കണത്തിലാണ്. ആ സസ്യത്തിനകത്ത് എവിടെയൊക്കെ ഹരിത കണമുണ്ടോ അവിടെ എല്ലാം എന്ത് നടക്കുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ഓക്കെ ആണേ? ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ഹരിതകണത്തിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഹരിതകണത്തിൻ്റെ എവിടെയാണ് നടക്കുന്നത് നോക്കിയേ. ഹരിതകണത്തിനകത്തുള്ള ഗ്രാനയിൽ നമ്മൾ പഠിച്ചു ഇല്ലേ? സ്തരസഞ്ചിയുടെ അടുക്ക് പോലെ അടുക്കി വെച്ചേക്കുന്ന ഗ്രാനയെ നമ്മൾ കണ്ടില്ലേ? ആ ഗ്രാനയിലാണ് എന്തുള്ളത്? പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ, പിഗ്മെന്റ്സ് ഉള്ളത്. ഓക്കെ ആണോ? അപ്പം കുറേ പിഗ്മെന്റ്സ് ഉണ്ട്. ആ പിഗ്മെന്റ്സിനാണ് എന്തിനെ ആഗിരണം ചെയ്യാൻ കഴിവുള്ളത്? ഈ പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ളത് ഇല്ലേ? പ്രകാശത്തെ ഇങ്ങനെ ആഗിരണം ചെയ്യണം. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ആർക്ക് കൊടുക്കണം? ഹരിതകത്തിന് കൊടുക്കണം. ആ ഗ്രാനയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഗ്രാനയ്ക്കകത്ത് ആ പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ പാർട്സ് ആണ് ഏത്? അല്ലെങ്കിൽ ചെറിയൊരു എന്താണ് ഒരു വസ്തു ആണ് എന്ത്? ആ പിഗ്മെന്റ്സ്, ആ വർണ്ണകങ്ങളെന്ന് പറയുന്നത്. ആ നിറങ്ങളെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം കേട്ടോ. ആ നിറങ്ങളെന്ന് വേണമെങ്കിലും നമുക്കതിനെ പറയാം. അപ്പം സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഒരു ഡൗട്ടും വിചാരിക്കേണ്ട, ഗ്രാനയിലാണ് എന്തുള്ളത്? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങളുള്ളത്. വേണ്ട വർണ്ണകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയ കുഞ്ഞുങ്ങളെ. ഹരിതകം എ, ഹരിതകം ബി, കെരോട്ടിൻ, സാന്തോഫിൽ. നമ്മുടെ വിചാരം ഹരിതകം മാത്രമേ അതിനകത്തുള്ളതെന്നാണ് അല്ലേ? ഹരിതകം നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലോറോഫിൽ എന്നില്ലേ? ക്ലോറോഫിൽ കുഞ്ഞു ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒരേ ഒരു സാധനത്തിൻ്റെ പേര് ക്ലോറോഫിൽ എന്നാണ്. ബാക്കി അതിൻ്റെ കൂടെ ഉള്ളവരെയൊന്നും നമ്മൾ കാണാറില്ല. ടെക്സ്റ്റിനകത്ത് ഇവരെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് നോക്കിയേ. ആരൊക്കെയാണ്? ഹരിതകം എ, ഹരിതകം ബി, കെരോട്ടിൻ, ലാസ്റ്റ് വൺ ഈസ് സാന്തോഫിൽ അല്ലേ? ഹരിതകം എയും ബിയും ഒക്കെ നമുക്കറിയാം, ഒരു പച്ച ഷെയ്ഡാണ് വരുന്നത്. കെരോട്ടിൻ ആണെങ്കിൽ ഓറഞ്ച് ഷെയ്ഡാണ്, സാന്തോഫിൽ ആണെങ്കിൽ മഞ്ഞ ഷെയ്ഡാണെന്നൊക്കെ നമുക്കറിയാം. അത് നോട്ട് ചെയ്ത് വെച്ചേരെ, കളറൊക്കെ കേട്ടോ. സാന്തോഫിൽ ഇത് ഇത്രയും ഗ്രാനയിൽ പിഗ്മെന്റ്സ് ആണ്. അതിനകത്ത് സംശയമൊന്നുമില്ലേ? ഇത്രയും ഗ്രാനയിലെ പിഗ്മെന്റ്സ് ആണ്. ഒന്നുകൂടെ പറയണ്ടാലോ. ഈ വർണ്ണങ്ങൾക്കെല്ലാം ഏത്? ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും കെരോട്ടിനും സാന്തോഫിലും പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുണ്ട്. ഇവർക്കെല്ലാം എന്തൊരു കഴിവുണ്ട്? പ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട് കേട്ടോ. എല്ലാ വർണ്ണകങ്ങൾക്കും, അതായത് നമ്മുടെ ഗ്രാനയിലുള്ള ക്ലോറോഫിൽ എയ്ക്കും ബിക്കും കെരോട്ടിനും സാന്തോഫിലിനും എന്തിനുള്ള കഴിവുണ്ട് കുഞ്ഞുങ്ങളെ? സൂര്യപ്രകാശത്തെ അല്ലെങ്കിൽ പ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. എന്നാൽ എന്താണ് അവിടെ ഒരു എന്നാൽ? ഹരിതകം എയ്ക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. എന്താണ്? ഹരിതകം എയ്ക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഗ്രാനയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഗ്രാനയിലുള്ള പ്രകാശ സംശ്ലേഷണത്തിന് പ്രകാശം വേണം. അതിനുവേണ്ടി ആ പ്രകാശത്തെ എല്ലാം ആഗിരണം ചെയ്യാൻ അതിനുള്ളിൽ കുറേ പിഗ്മെന്റ്സ് ഉണ്ട്. ആ പിഗ്മെന്റ്സ് എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശത്തെ ആഗിരണം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഫസ്റ്റ് പിഗ്മെന്റ് ആയ ഹരിതകം എയ്ക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. കുഞ്ഞുങ്ങളെ, നമ്മളിവിടെ 4 എണ്ണം പറഞ്ഞു ഇല്ലേ? ഹരിതകം എ, അയാൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? പ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുണ്ട്. ബിക്കും എന്തിനുള്ള കഴിവുണ്ട്? പ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. കെരോട്ടിനും എന്തുണ്ട്? പ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. സാന്തോഫിലിനും എന്തിനുള്ള കഴിവുണ്ട്?
പ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇതിനുള്ള കഴിവുണ്ടെങ്കിൽ പോലും ഹരിതകം എക്ക് മാത്രമേ നേരിട്ട് എന്തിനകത്ത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രക്രിയയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇവരൊക്കെ എന്തോത്തിനാ ഈ പ്രകാശത്തെ ആഗിരണം ചെയ്ത് വെച്ചിരിക്കുന്നേ? ഇവരൊക്കെ മണ്ടന്മാരാണോ? അല്ല. ഇവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരാഗിരണം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പ്രകാശം ഉണ്ടല്ലോ, ഇവരാഗിരണം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പ്രകാശത്തെ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഇവർ 3 പേരും ആർക്ക് കൊടുക്കും? ഹരിതകം എക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ ഹരിതകം ബിയും കരോട്ടിനും സാന്തോഫില്ലും ഒക്കെ ആഗിരണം ചെയ്ത് വെച്ചിരുന്ന പ്രകാശത്തെ ആർക്ക് കൊടുക്കും? ഒരു ഹെൽപ്പേഴ്സ് ആണ് കേട്ടോ. അവരാർക്ക് കൊടുക്കും? എടാ നീ എങ്കിൽ പോയി എന്താണ് ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്ക് അല്ലേ, ഞങ്ങൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നതും കൂടെ നിനക്ക് തരാം, നീ അതും കൊണ്ട് പോയി അതിൽ പങ്കെടുക്ക്, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫ്രണ്ടായ ഹരിതകമയുടെ കയ്യിലേക്ക് ഇതെല്ലാം കൊടുത്തങ്ങ് വിടും. ഹരിതകമേ നേരിട്ട് എവിടേക്ക് പോകും? ഫോട്ടോസിന്തസിസിൽ പങ്കെടുക്കാൻ പോകും. അതുകൊണ്ട് തന്നെ ഹരിതകം ബിയെയും കാരോട്ടിനെയും സാന്തോഫിലിനെയും നമുക്ക് സഹായക വർണ്ണങ്ങൾ എന്ന് വിളിക്കാം. അപ്പം സഹായക വർണ്ണകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹരിതകം ബിയും കാരോട്ടിനും സാന്തോഫിലും, ദാറ്റ് ഈസ് ആക്സസറി പിഗ്മെന്റ്സ് കേട്ടോ, ആക്സസറി പിഗ്മെന്റ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുവരെ പറഞ്ഞേക്കോ മറന്നു പോകുമോ? ഇത്രയേ ഉള്ളൂ. ഗ്രാനയിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്ന്. എയും ബിയും കെരോട്ടിനും സാന്തോഫിലും എന്നിങ്ങനെ 4 തരം പിഗ്മെന്റ്സ് ഗ്രാനയിലുണ്ട്. അവരെല്ലാം പ്രകാശത്തെ ആഗിരണം ചെയ്യുന്നുണ്ട്. എന്നാൽ എക്ക് മാത്രമേ ഫോട്ടോസിന്തസിസിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹരിതകം ബിയും കരോട്ടിനും സാന്തോഫില്ലുമൊക്കെ ആഗിരണം ചെയ്ത് വെച്ചിരുന്ന സൂര്യപ്രകാശത്തെ ആർക്ക് കൊടുക്കും? എയുടെ കയ്യിൽ കൊടുക്കും. നമ്മളും അങ്ങനെയാണ് അല്ലേ? ഒരു കല്യാണം വിളിച്ചാൽ നമുക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് പോകുന്നവൻ്റെ കയ്യിൽ എന്ത് ചെയ്യും? നമ്മൾ കൊടുത്തു വിടും ഇല്ലയോ? അത്രേ ഉള്ളൂ. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അവനെ പറഞ്ഞു വിടും. അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർ 3 പേരെയും എന്ത് വിളിച്ചു? സഹായക വർണ്ണകങ്ങളെന്ന് വിളിച്ചു. ഇത്രയും. ഓക്കെ. അടുത്ത് നോക്കൂ, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ രസതന്ത്രം. നമ്മൾ പഠിക്കണം അല്ലേ? പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കുറേ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലോട്ട് വലിച്ചെടുത്തിട്ട് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രകാശത്തിൻ്റെ സഹായത്തിൽ അവിടെ ഫുഡ് സിന്തസിസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ളിൽ എന്താണ് പ്രവർത്തനം അല്ലേ? അതിനുള്ള കെമിസ്ട്രി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം അതിനുള്ള കെമിസ്ട്രി എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. വേണം. നോക്കൂ, എങ്ങനെയാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരവും ഓക്സിജനും ഉൽപ്പാദിപ്പിക്കുന്നത്? അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. നോക്കാം. ഹരിതകണം നമ്മൾ എടുത്തു. അതിൽ നമ്മൾ ഗ്രാനയും സ്ട്രോമയും ഒക്കെ പറഞ്ഞില്ലേ? ഇത് നിങ്ങൾ നോക്കിയത് ഇവിടെ 2 വേർഡ്സ് എഴുതിയിട്ടുണ്ട്. പ്രകാശഘട്ടമെന്നും ഇരുണ്ട ഘട്ടമെന്നും. അതായത് ഈ ഹരിതകണത്തിൽ ഗ്രാനയും സ്ട്രോമയും ഉണ്ടല്ലോ. ഇവർ 2 പേരും കൂടെ വിചാരിച്ചാൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? ഫോട്ടോസിന്തസിസ് എന്ന പ്രവർത്തനം നടക്കുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് ഗ്രാനയിലെ പ്രവർത്തനത്തിന് എന്ത് വേണം? പ്രകാശം വേണം. എന്നാൽ സ്ട്രോമയിൽ നടക്കുന്ന പ്രോസസ്സിനൊന്നും എന്ത് വേണ്ട? പ്രകാശം വേണ്ട. അതുകൊണ്ട് തന്നെ ഗ്രാനയെ നമ്മൾ പ്രകാശഘട്ടമെന്നും സ്ട്രോമയിൽ നടക്കുന്നവയെ നമ്മൾ ഇരുണ്ട ഘട്ടമെന്നും 2ആയിട്ട് വേർതിരിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഗ്രാനയിലാണ് പ്രകാശത്തെ സ്വീകരിക്കുന്ന പിഗ്മെന്റ്സ് ഒക്കെ ഉള്ളതെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് പ്രകാശഘട്ടമാണെന്ന് നമുക്ക് നോർമലി തന്നെ ഊഹിക്കാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ എന്താണ്? ഗ്രാനയെ നമ്മൾ എന്ത് പറയുന്നു? അല്ലെങ്കിൽ ഗ്രാനയിൽ നടക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ ഏത് ഘട്ടത്തിലൂടെ എന്ന് പറയുന്നു? പ്രകാശഘട്ടത്തിലൂടെ എന്ന് പറയുന്നു. പ്രകാശം ഉപയോഗിക്കുന്നു ഇവിടെ. ഫസ്റ്റ് 1 ഞാനിപ്പോൾ പറഞ്ഞു. ഇവിടെ നടക്കുന്ന പ്രവർത്തനമാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഗ്രാനയിൽ ജലത്തെ വിഘടിപ്പിച്ച് ഓക്സിജനെ പുറന്തള്ളുന്നു. നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചിരുന്നത് എന്താണ്? സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു എന്നില്ലേ? അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് വിഭജിച്ചുള്ള ഓക്സിജൻ ആണെന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചിരുന്നത്. പക്ഷെ അങ്ങനെ അല്ല കുഞ്ഞുങ്ങളെ. കാർബൺ ഡൈ ഓക്സൈഡ് വിഭജിച്ചിട്ടുള്ള ഓക്സിജൻ അല്ല പുറത്തേക്ക് വരുന്നത്. ഈ സസ്യത്തിൻ്റെ, അതായത് ഒരു സസ്യത്തെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാടേ എൻ്റെ സസ്യം കേട്ടോ. ഇതൊക്കെ ഇലയൊക്കെയാടേ കുഞ്ഞുങ്ങളെ കേട്ടോ. ചുറ്റുടു ഇത് മണ്ണാട്ടാ, ഇത് വേര്. നോക്കിയേ, ഇതിൻ്റെ റൂട്ടാണല്ലേ?
സസ്യത്തിൻ്റെ റൂട്ടിൽ നിന്നും, അല്ലെങ്കിൽ റൂട്ടിൽ നിന്നല്ല, ഈ റൂട്ട് ഈ മണ്ണിൽ നിന്നും എന്താണ്, ജലവും ലവണവും ആഗിരണം ചെയ്യും ഇല്ലേ. നമ്മൾ നട്ട് വളർത്തിയ ഈ സസ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും, പിന്നെന്താണ് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കും. നമ്മൾ ഇട്ട് കൊടുത്തില്ലെങ്കിലും മണ്ണിൽ കുറച്ച് ലവണങ്ങളൊക്കെ കാണും. ഇവയൊക്കെ ഇയാളുടെ വളർച്ചയ്ക്ക് ഇയാൾ എന്തോ ചെയ്യും, വലിച്ചെടുക്കും. വലിച്ചെടുക്കത്തില്ലേ, വലിച്ചെടുക്കും. അപ്പം ഇയാൾ ഈ റൂട്ടിലൂടെ വലിച്ചെടുക്കുന്ന H2O വാട്ടർ ഇല്ലേ, വലിച്ചെടുക്കുന്ന ആരെയാണ്, ജലത്തെയാണ് അല്ലേ. ഈ ജലത്തെ ഇങ്ങനെ വലിച്ചെടുത്ത് ഇയാൾ എവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, അങ്ങ് ഗ്രാനയുടെ അവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് ഗ്രാനയിൽ വെച്ച്? ഗ്രാനയിൽ ആദ്യം ഒരു കാര്യം നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രകാശമാണ് അവിടെ, പ്രകാശഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഗ്രാനയിലെ പിഗ്മെന്റ്സ് പ്രകാശത്തെ ആഗിരണം ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഗ്രാനയിൽ നടക്കുന്ന രണ്ടാമത്തെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സസ്യം വലിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ജലത്തിൽ നിന്നും ഈ ജലത്തെ എന്തു ചെയ്യുന്നു, വിഘടിപ്പിക്കുന്നു. ജലം എന്നാൽ 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയുമാണ് എന്ത്, വാട്ടർ ആകുന്നത്. ഇവയെ എന്ത് ചെയ്യുന്നു, ഈ H2നെ വിഘടിപ്പിച്ച് ഇതിനകത്തുള്ള ഈ ഓക്സിജൻ തന്മാത്ര എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. ഈ ഓക്സിജൻ തന്മാത്ര എന്താണ് ചെയ്യുന്നത്, പുറത്തേക്ക് വിടുന്നു. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ജലം സസ്യം ആഗിരണം ചെയ്ത് വെച്ചിരിക്കുന്ന ജലം വിഘടിച്ചിട്ടാണ് ഓക്സിജനെ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വിടുന്നത്. അല്ലാതെ കാർബൺ ഡൈ ഓക്സൈഡ് വിഘടിച്ചിട്ടല്ല. അത്രേ അതിനകത്തുള്ളൂ. ജലം വിഘടിച്ച് ഓക്സിജനെ എന്ത് ചെയ്യുന്നു, പുറന്തള്ളപ്പെടുന്നു. ഹൈഡ്രജൻ, ഈ ജലം വിഘടിച്ച് ഓക്സിജനെ പുറത്തേക്ക് വിട്ടാൽ പിന്നെ ആരുണ്ടേ ഇവിടെ, ആരുണ്ട് പിന്നെ, ആരുണ്ട് പിന്നെ, വിഘടിച്ചിട്ട് ഈ ഓക്സിജൻ എന്ത് ചെയ്തു, ഓക്സിജൻ എന്ത് ചെയ്തു, ഈ ഓക്സിജൻ എന്ത് ചെയ്തു, ഓക്സിജൻ അങ്ങ് പുറത്തേക്ക് പോയി, ഓക്സിജൻ പുറത്തേക്ക് പോയി. ഓക്കെ, ഇനി ഇവിടെ ഹൈഡ്രജൻ ഇല്ലേ, ഈ ഹൈഡ്രജനെ നേരിട്ട് ഇവർ എങ്ങോട്ട് വിട്ടു, സ്ട്രോമയിലേക്ക് വിട്ടു. ഈ ഹൈഡ്രജനെ എവിടേക്ക് വിട്ടു, സ്ട്രോമയിലേക്ക് വിട്ടു. ഓക്കെ, അടുത്ത് തന്നെ ഇല്ലയോ, സ്ട്രോമയ്ക്കകത്തല്ലേ ഈ ഗ്രാനെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത്, ഹരിതഗണത്തിനകത്തല്ലേ ഇവർ രണ്ടുപേരോട് ഇരിക്കുന്നത്. പിന്നെ ഇത് വണ്ടി വല്ലതും വിളിച്ചു പോകണോ, വേണ്ട. ഹൈഡ്രജനെ എവിടേക്ക് വിട്ടു, സ്ട്രോമയിലേക്ക് വിട്ടു. പ്രകാശോർജം, ഇവിടെ സ്വീകരിച്ചു വെച്ചിരിക്കുന്ന പ്രകാശോർജം ഉണ്ടല്ലോ, ആ പ്രകാശോർജത്തെ രാസോർജമാക്കി ATPയിൽ അല്ലെങ്കിൽ ATPയിൽ സംഭരിച്ചു. എന്താണ് ATP എന്ന് വെച്ചാൽ, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് അല്ലേ. ഊർജ നാണയം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഊർജത്തെ സ്വരൂപിച്ച് വെക്കുന്നത് ആരാണ്, ATPs ആണ്. ഈ ATPസിലോട്ട് എന്ത് ചെയ്തു, ഈ പ്രകാശോർജത്തെ രാസോർജമാക്കി സംഭരിച്ച് വെച്ചു. അപ്പോൾ ഗ്രാനയിൽ നടന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്താണ്, സൂര്യപ്രകാശത്തെ പിഗ്മെന്റ്സ് എല്ലാം ആഗിരണം ചെയ്തു ഗ്രാനയിൽ. രണ്ടാമത് ഗ്രാനയിൽ നടന്ന പ്രവർത്തനം എന്താണ്, സസ്യം വലിച്ചെടുത്ത് വെച്ചിരുന്ന ജലത്തെ വിഘടിപ്പിച്ച് ഓക്സിജനെ പുറത്തേക്കും വിട്ടു, ഹൈഡ്രജനെ നേരെ സ്ട്രോമയിലേക്കും വിട്ടു. ഓക്കെ ആണേ. മൂന്നാമത് നടന്ന എന്താണ്, ഈ പിഗ്മെന്റ്സ് എല്ലാം ആഗിരണം ചെയ്തു വെച്ചിരുന്ന പ്രകാശോർജത്തെ രാസോർജമാക്കി ATPയിൽ സംഭരിച്ചു. അപ്പോൾ ഗ്രാനയിൽ 3 പ്രവർത്തനമാണ് നമ്മൾ പഠിച്ചത്. 3 പ്രവർത്തനങ്ങളും മറന്നു പോകല്ലേ. ഈ ഹൈഡ്രജൻ നേരെ സ്ട്രോമയിലേക്ക് പോയിട്ടുണ്ട്. നമുക്കിനി സ്ട്രോമയിലേക്ക് പോകാം. ഓക്കെ, സ്ട്രോമയിൽ ഇരുണ്ട ഘട്ടമാണ്, അവിടെ പ്രകാശമൊന്നും വേണ്ട. അവർ രാത്രിയിലൊക്കെ അവരുടെ ജോലി ചെയ്തോളും കേട്ടോ. അവർക്ക് എന്ത് വേണ്ട, ലൈറ്റ് ആവശ്യമേ ഇല്ല, പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഇവിടെ നിന്ന് വന്ന ATP ഉണ്ടല്ലോ, ഈ ATPയിൽ ഊർജ്ജം നമ്മൾ സംഭരിച്ചു വെച്ചില്ലേ. ഈ ATPയിലെ ഊർജം ഉപയോഗിച്ച് ഈ ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിച്ചു. സ്ട്രോമയിലെ പ്രവർത്തനം വളരെ സിമ്പിളാണ്. ഇയാൾ ചെയ്തു വെച്ച ജോലിയുടെ ബാലൻസ് ചെയ്യാനാണ് ഇയാളുടെ പണി. ഇവിടെ നിന്ന് ഹൈഡ്രജൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സസ്യം വലിച്ചെടുത്ത് വെച്ചേക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കയ്യിലിരിപ്പുണ്ട്. ഈ ഹൈഡ്രജനെയും ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയും കൂടെ അങ്ങോട്ട് ചേർത്ത് ഇയാൾ എന്തുണ്ടാക്കി, ഗ്ലൂക്കോസ് ഉണ്ടാക്കി. അത്രേ ഉള്ളൂ ചെയ്തോളൂ. അയാൾക്ക് വേറെ പണിയൊന്നുമില്ല, എളുപ്പം. എല്ലാം ചെയ്ത് വെച്ചിട്ട് അല്ലേ, അരിഞ്ഞ് വെച്ചു. കിച്ചണിൽ എങ്ങനെയാണ്, മീനൊക്കെ വെട്ടി വെച്ചു, എല്ലാം കട്ടി പണിയെല്ലാം ചെയ്ത് നോക്കുമ്പോൾ അവസാനം നമ്മൾ എന്ത് ചെയ്യും, അടുപ്പത്തോട്ടിട്ട് എല്ലാം കൂടെ ഇളക്കി പൊടി ഇട്ട് ഒരു കറി ഉണ്ടാക്കത്തില്ലേ. അത്രയും സിമ്പിൾ പരിപാടിയാണ് ആര് ചെയ്യുന്നത്, സ്ട്രോമ ചെയ്യുന്നത്. സ്ട്രോമയുടെ പരിപാടി എല്ലാം സിമ്പിളാണ് കേട്ടോ. സ്ട്രോമയ്ക്ക് വെട്ടമൊന്നും വേണ്ട, കാരണം വെട്ടമുള്ള പണികളെല്ലാം, ആവശ്യമുള്ള പണികൾ, ഊർജ്ജം ആവശ്യമുള്ള പണികളെല്ലാം ഇയാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് അയാൾ വിഘടിപ്പിച്ച് വിട്ട ഹൈഡ്രജനെ ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ കയ്യിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും ഈ ഹൈഡ്രജനും കൂടി ചേർത്ത് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയില്ലേ. C6H12O6 അതല്ലേ ഗ്ലൂക്കോസ്. C6
H12O6 ആണോ? ഓക്കെ, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ. ഓക്കെ ആണോ? ഡൗട്ടൊന്നും ഇല്ലേ? ഇതിനകത്ത് ഇത് എങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു കാർബൺ ഓക്സൈഡും തന്മാത്രയും ഒരേ ഒരു ഹൈഡ്രജൻ തന്മാത്രയൊന്നും വെച്ചിട്ടല്ല അവർ എന്ത് ചെയ്യുന്നത്, ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. കുറേ എണ്ണം വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഗ്ലൂക്കോസ് നിർമ്മിച്ചു വെച്ചു. ഇത്രയേ ഉള്ളേ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഗ്രാനയും സ്ട്രോമയും ബേസിക് ചോദിച്ചിട്ടുള്ളതാണ്, വ്യക്തമായി പഠിക്കണം. പ്രകാശഘട്ടം ഗ്രാനയിലാണ്, ഇരുണ്ട ഘട്ടം സ്ട്രോമയിലാണ്. ഇവർ രണ്ടുപേരും ഹരിതകണം എന്ന് പറയുന്ന ആ സഞ്ചിക്കകത്തിരിക്കുന്ന ആൾക്കാരാണ്. ഗ്രാനയാണെങ്കിൽ സ്ഥരസഞ്ചിയുടെ അടുക്ക് പോലെ കാണപ്പെടുന്നു, സ്ട്രോമയാണെങ്കിൽ ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഗ്രാനയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ സസ്യം ആഗിരണം ചെയ്ത് വെച്ചിരിക്കുന്ന സസ്യം വലിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ജലത്തെ വിഘടിപ്പിച്ച് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു, ഹൈഡ്രജനെ നേരെ സ്ട്രോമയ്ക്ക് കൊടുക്കുന്നു. പ്രകാശോർജത്തെ പിഗ്മെന്റ്സ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രകാശോർജം ഉണ്ട് ഇല്ലേ, അവരൊക്കെ ഹരിതകമേക്ക് കൊടുത്ത് ഹരിതകമേ ചെന്ന് പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുത്ത് ആ പ്രകാശോർജത്തെ രാസോർജമാക്കി ATPയിൽ സംഭരിച്ച് വെച്ചേക്കുന്ന ജോലിയും ആരുടേതാണ്? ഗ്രാനയുടേതാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ATPയിൽ സംഭരിച്ച് വെച്ചേക്കുന്ന ഈ ഊർജം ഉപയോഗിച്ച് സ്ട്രോമ എന്തു ചെയ്യുന്നു? എന്താണ് ചെയ്യുന്നത്? നേരത്തെ ഗ്രാനയിൽ വന്ന ഹൈഡ്രജനെയും സസ്യം വലിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയും ഉപയോഗിച്ചുകൊണ്ട് ഗ്ലൂക്കോസ് നിർമ്മിച്ചു. അത്ര മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, വെരി സിമ്പിൾ ഫാക്ട്സ്. പ്രകാശഘട്ടത്തിന്റെ തുടർച്ചയാണ് എന്ത്? ഇരുണ്ട ഘട്ടം. നമുക്ക് മനസ്സിലായി അല്ലേ? പ്രകാശഘട്ടത്തിൽ കുറച്ച് 3ഓളം പ്രവർത്തനങ്ങൾ ചെയ്തു വെച്ചാൽ മാത്രമേ ഇരുണ്ട ഘട്ടത്തിൽ എന്ത് നടക്കത്തുള്ളൂ, പ്രോസസ്സൊക്കെ നടക്കത്തുള്ളൂ അല്ലേ? ദാറ്റ്സ് ഓൾ. ഇനി എന്താണ് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് ആരാണ്? മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഇരുണ്ട ഘട്ടം, അതായത് നമ്മുടെ സ്ട്രോമയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ കണ്ടെത്തിയത് ആരാണ്? മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് കേട്ടോ, മെൽവിൻ കാൽവിൻ. അതിനാൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്ട്രോമയിൽ നടക്കുന്ന പ്രവർത്തനത്തെ നമുക്ക് എന്ത് പറയാം? കാൽവിൻ സൈക്കിൾ എന്ന് പറയാം കേട്ടോ. കാൽവിൻ സൈക്കിൾ നടക്കുന്ന പ്രവർത്തനമൊക്കെ കണ്ടെത്തി ഇദ്ദേഹം വലിയുടെ പുള്ളിയുടെ പേര് നമ്മളെ കൊടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. കാൽവിൻ സൈക്കിൾ എന്നറിയപ്പെടുന്നത് സ്ട്രോമയിൽ നടക്കുന്ന പ്രവർത്തനത്തെയാണ്. ഓക്കെ, ഇത് കണ്ടെത്തിയതിന് അദ്ദേഹത്തിന് 1961 എന്ത് ലഭിച്ചു? നോബൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. പ്രകാശഘട്ടത്തിൻ്റെ തുടർച്ചയാണ് ഇരുണ്ട ഘട്ടം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അദ്ദേഹത്തിന് 1961 നോബൽ സമ്മാനം ലഭിച്ചത്. ഈ കണ്ടുപിടുത്തത്തിനാണ് 1961 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? നോബൽ സമ്മാനം ലഭിച്ചത്. ഇതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എന്ത് ചെയ്യണം? പഠിച്ചു വെച്ച്. ഊർജ്ജ നാണയങ്ങൾ നമ്മൾ പറഞ്ഞു ഇല്ലേ, നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്താ മനുഷ്യ ശരീരം എന്നുള്ള ഭാഗം പഠിച്ചപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് വട്ടം ആവർത്തിച്ചൊരു കാര്യമാണ് ഊർജ്ജ നാണയം എന്നൊക്കെ പറയുന്നത് ATPസിനെയാണ് കുഞ്ഞുങ്ങളെ, ATPസിനെയാണ്. ടെക്സ്റ്റ് കൊടുത്തേക്കുന്ന പോയിന്റ്സ് ഞാൻ കൊടുത്തതേ ഉള്ളൂ. ജീവകോശങ്ങളിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കണമെങ്കിൽ അതിന് എന്ത് വേണം? ഊർജം വേണം. ഊർജത്തിന്റെ നിരന്തര കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് ആര്? ATP. ഇയാളാണ് എന്ത് ചെയ്യുന്നത്? ഊർജത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും ഒക്കെ ആരാണ്? ATP ആണ് കേട്ടോ. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇയാൾ എന്ത് ചെയ്യും? വിഘടിച്ച് എന്താകും? ADP ആകും. ADP ആകുമ്പോൾ ഒരു ഫോസ്ഫേറ്റ് എന്ത് ചെയ്യും? വിട്ടുകൊടുക്കും ഇല്ല. ADP ആകും. അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് കേട്ടോ. ഡൈ മറ്റേ ട്രൈ ആയിരുന്നേ കുഞ്ഞുങ്ങളെ, ഇവിടെ ഡൈഫോസ്ഫേറ്റ് 2 എണ്ണം, ഇവിടെ ആകുമ്പോൾ 3 എണ്ണം ഫോസ്ഫേറ്റ് ആയി. പിന്നെന്താ ചെയ്യുന്നത് നോക്കിയേ? വീണ്ടും എന്ത് ചെയ്യും? സ്വതന്ത്രമാകുന്ന ഊർജ്ജം ഉപയോഗിച്ച് ഉപാപചയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ADP ഊർജ്ജം സംഭരിച്ച് വീണ്ടും എന്താകുന്നു? ATP ആകുന്നു. ഇങ്ങനെ എന്ത് ചെയ്യും? ഊർജ്ജ വിനിമയം നടത്തിക്കൊണ്ടേയിരിക്കും. അത്രയേ ഉള്ളൂ. ഊർജ്ജ നാണയം അല്ലെ, ഊർജ്ജത്തെ കൊണ്ടുപോകുന്നവർ, ഊർജ്ജത്തെ സംഭരിച്ച് വെക്കുന്നതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ATPയിലാണ്. ATP വിഘടിച്ച് ADP ആകുന്നു.
വീണ്ടും എന്ത് ചെയ്യുന്നു? ഊർജ്ജത്തെ സ്വീകരിച്ച് ATP ആകുന്നു. ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് 3 ഫോസ്ഫേറ്റുകളാണ്. മറ്റേ ഡൈഫോസ്ഫേറ്റ് ആകുമ്പോൾ 2. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്നിട്ട് പഠിച്ചിരിക്കേണ്ട ഒരേ ഒരു പോയിന്റ്, ATP കോശത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഊർജ്ജ നാണയം എന്ന് വിളിക്കുന്നു. PSC ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ് അത് കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം, അപ്പോൾ പ്രകാശ സംശ്ലേഷണമൊക്കെ നടന്ന് അവരവരുടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. അവരുടെ ഫുഡ് എന്തായിരുന്നു? ഗ്ലൂക്കോസ് അവരുണ്ടാക്കിയത് ഇല്ലേ? ഗ്ലൂക്കോസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാം കുഞ്ഞുങ്ങളെ? ജലത്തിൽ അങ്ങ് ലയിച്ചു പോകും. ഈ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? പെട്ടെന്ന് ജലത്തിൽ അങ്ങ് ലയിച്ചു പോകും. സസ്യങ്ങൾക്കുള്ളിൽ എന്തുണ്ട്? ജലമുണ്ട്. ആ ജലത്തിൽ ലയിച്ചത് എന്ത് ചെയ്യും? അവർക്ക് നഷ്ടപ്പെട്ട് പോകും. അതുകൊണ്ട് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ആ ഒരു ഫോർമുലയിൽ അവർക്ക് അതിനെ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല? സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സസ്യങ്ങൾക്കും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതെങ്കിലും പിന്നെ എന്ത് ചെയ്യുന്നു? സസ്യാഹാരത്തിൽ നിന്നും അന്നജവും പ്രോട്ടീനും കൊഴുപ്പുമൊക്കെ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് നോക്കൂ. ഒരു ചോദ്യമാണ് അല്ലേ? ജലത്തിൽ വളരെ വേഗം ലയിക്കുന്നതിനാൽ ഗ്ലൂക്കോസിനെ സസ്യത്തിൽ സംഭരിക്കാനാവില്ല. തന്മൂലം സസ്യങ്ങൾ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ അന്നജ രൂപത്തിൽ ഇലകളിൽ സംഭരിക്കുന്നു. ജീവൽ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ്ജ സ്രോതസ്സായും വളർച്ചയ്ക്ക് ആവശ്യമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനും സസ്യങ്ങൾ അന്നജം പ്രയോജനപ്പെടുത്തുന്നു. അന്നജം പിന്നീട് സുക്രോസായി മാറി ഫ്ലോയം കുഴലിലൂടെ മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് വിവിധ രൂപത്തിൽ എത്തിച്ചേരുന്നു. അതായത് സസ്യങ്ങൾ നിർമ്മിച്ച ഗ്ലൂക്കോസ് എന്ന ഫോർമുലയിലാണ് അവരെന്ത് ചെയ്തത്? ആഹാരത്തെ നിർമ്മിച്ചത്. പക്ഷേ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ജലത്തിൽ ലയിച്ചു പോകും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് രൂപത്തിൽ, അന്നജ രൂപത്തിൽ എന്ത് ചെയ്തു? മാറ്റി. എന്നിട്ട് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായും അവരുടെ ആഹാരത്തിന് ആവശ്യമായുള്ളതൊക്കെ എടുത്തു. ഇവർ ഒരു വട്ടമാണ് അത് ചെയ്യുന്നത്. ഇല്ല, ഇന്നലെയും ചെയ്തു, ഇന്നും ചെയ്യും, നാളെയും ചെയ്തു. എല്ലാ ദിവസവും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് വേണ്ടുന്ന ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രകാശമുള്ള ടൈമിലും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്കുള്ള പ്രകാശത്തിലൂടെ എന്ത് ചെയ്യുന്നു? ഈ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇഷ്ടംപോലെ ഫുഡ്സ് അവരുടെ കയ്യിലുണ്ട് ഇല്ലേ? ഇഷ്ടംപോലെ അന്നജമുണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്. അതിനെയൊക്കെ അന്നജമാക്കി അവരുടെ ആവശ്യത്തിനൊക്കെയുള്ള ഉപയോഗിച്ചിട്ട് പിന്നെ ഒരുപാട് ബാലൻസ് ഉണ്ട്. ഈ ബാലൻസ് ഉള്ളതിനെ എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നത്? സുക്രോസ് എന്ന് പറയുന്ന മറ്റൊരു ഫോർമുലയിലോട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ എത്ര ഫോർമുലയിലേക്ക് മാറി? ഗ്ലൂക്കോസായി, അന്നജമായി, വീണ്ടും എന്തായി? അത് സുക്രോസ് ആയി അല്ലേ? സുക്രോസ് എന്ന് പറയുന്ന മറ്റൊരു ഫോർമുലയിലോട്ട് മാറ്റിക്കൊണ്ട് ഇവയെ എന്ത് ചെയ്യുന്നു? സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നു. എന്തിലൂടെയാണ് പറഞ്ഞു വിടുന്നത്? ഇതിലേക്കൂടെ പോകും. ഇത് ഫ്ലോയം കുഴലിലൂടെ പോകും ഇല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലോയം എന്താണ്, സൈലം എന്താണെന്നൊക്കെ നമുക്കറിയാം. ഫ്ലോയം എന്തിനു വേണ്ടിയാണുള്ളതെന്ന് അറിയാമോ? സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ സസ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രത്യേകതരം കലകളാണ്, അല്ലെങ്കിൽ പ്രത്യേകതരം ടിഷ്യൂസാണ് എന്ത്? ഫ്ലോയം എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോയം ഒരു കുഴൽ പോലെയാണ് കാണപ്പെടുന്നത്. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ആഹാര പദാർത്ഥങ്ങൾ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അത് എന്താണ്? വിവിധ ഭാഗങ്ങളിലേക്ക് എത്തി എങ്ങനെയാണ്? വിവിധ രൂപത്തിൽ അത് സംഭരിക്കപ്പെടും ഇല്ലേ? വിവിധ രൂപത്തിൽ സംഭരിക്കപ്പെടും ഇല്ലേ? ചക്കയും മാങ്ങയും അങ്ങനെയൊക്കെ പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? അത് സംഭരിക്കപ്പെടുന്നത്. നമുക്കതറിയാം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉപയോഗിക്കും ഇല്ലേ? ധാന്യങ്ങളായിട്ടും പിന്നെന്താണ് പയറുവർഗ്ഗങ്ങളായിട്ടും ഓരോ സസ്യത്തിൽ അത് ഓരോ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് സംഭരിക്കപ്പെടുന്നത് അല്ലേ? അതിൻ്റെ ഫ്രൂട്ട്സായിട്ട് സംഭരിക്കപ്പെടുന്നത്. അതിനെയൊക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത്രയും കാര്യം ചിന്തിക്കുക. എന്താണ്? ഗ്ലൂക്കോസ് ജലത്തിലേക്കും, അതുകൊണ്ട് ആ രീതിയിൽ അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അന്നജ രൂപത്തിലാണ് അവ എന്ത് ചെയ്യുന്നത്? കൺസ്യൂം ചെയ്യാൻ വേണ്ടി സ്റ്റോർ ചെയ്യുന്നത്. ബാലൻസ് ഉള്ളവയെ സുക്രോസ് രീതിയിൽ അല്ലെങ്കിൽ സുക്രോസിൻ്റെ രൂപത്തിൽ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. രാസസംശ്ലേഷണം. ഭൂമിയിലെ എല്ലാ ഉൽപാദകരും സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നവരാണോ? അല്ല. ഉൽപാദകർ എന്ന് വെച്ചാൽ നമ്മൾ പറയും സസ്യജാലങ്ങളാണ് എന്ത്? ഉൽപാദകരെന്ന് പറയും ഇല്ലേ? അവരാണ് അവർക്ക് വേണ്ടുന്ന ആഹാരം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ. പക്ഷേ ഭൂമിയിലെ എല്ലാ ഉൽപാദകരും സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നവരല്ല. കരയിലും കടലിലുള്ള സൾഫർ ബാക്ടീരിയ, കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ ഒരു ഉൽപാദകരാണ്. അപ്പോൾ എന്താണ്? പക്ഷേ പുള്ളിക്ക് എന്ത് വേണ്ട? എന്ത് വേണ്ടേ? സൂര്യപ്രകാശം വേണ്ട. അയാൾ എന്താണ്? രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. എന്താണ്? അയാൾ എന്ത് ചെയ്യുന്നു?
സംയുക്തങ്ങളെ വിഘടിപ്പിച്ച് എന്തു ചെയ്യുന്നു? ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പ്രക്രിയയാണ് രാസസംശ്ലേഷണം. അപ്പോൾ രാസസംശ്ലേഷണത്തിന് ഉദാഹരണം എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ എന്ത് ചോദിക്കുന്നു? സൾഫർ ബാക്ടീരിയ എന്ന് കൊടുത്താൽ മറക്കല്ലേ, സൾഫർ ബാക്ടീരിയ ആണ് എന്തിന് ഉദാഹരണം? വേറെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സ്കൂൾ ടെക്സ്റ്റ് ഈ ഒരൊറ്റ ഉദാഹരണമേ ഉള്ളൂ, അത് മാത്രം പഠിച്ചാൽ മതി. സൾഫർ ബാക്ടീരിയ എങ്ങനെയുള്ള ഉൽപ്പാദകരാണ്? രാസസംശ്ലേഷണത്തിലൂടെ അവർക്ക് വേണ്ടുന്ന ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകരാണ് ആര്? അതിന് ഉദാഹരണമാണ് എന്ത്? സൾഫർ ബാക്ടീരിയ. നോക്കൂ, സസ്യങ്ങൾ വിസർജിക്കുന്നുണ്ടോ? ആഹാരമൊക്കെ ഉണ്ടാക്കി ഭക്ഷിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു ഇല്ലേ? അപ്പോൾ വിസർജനം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടക്കണം. അപ്പോൾ സസ്യങ്ങൾ വിസർജിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. നിങ്ങൾ പറയൂ, വിസർജിക്കുന്നുണ്ടോ ഇല്ലയോ? വിസർജിക്കുന്നുണ്ട് ഇല്ലേ? ജന്തുജാലങ്ങളെ പോലെ തന്നെ സസ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? വിസർജിക്കുന്നുണ്ട്. പക്ഷേ എന്താണ്, ജന്തുജാലങ്ങളെ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിസർജന വ്യവസ്ഥയൊന്നും ആർക്കില്ല, സസ്യത്തിനില്ല. നോക്കിയേ, വിസർജന വസ്തുക്കൾ പുറന്തള്ളാനുള്ള മാർഗങ്ങൾ സസ്യങ്ങളിലും ഉണ്ട്. എന്നാൽ സസ്യങ്ങൾ ജന്തുക്കളെ പോലെ പ്രത്യേക വിസർജന വ്യവസ്ഥ, അല്ലെങ്കിൽ എന്താണ്, ജന്തുക്കൾക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിസർജന വ്യവസ്ഥയാണ് ഉള്ളത് അല്ലേ? അത്രയായിട്ടുള്ള ഒരു വിസർജന വ്യവസ്ഥയൊന്നും ആർക്കില്ല, സസ്യത്തിനില്ല കേട്ടോ. ജന്തുക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജീവൽ പ്രവർത്തനങ്ങളുടെ നിരക്ക് കുറവായതിനാൽ, എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ അത്രയുള്ളൊരു ഡൈജസ്റ്റ് ആവണം, വിവിധ ഘട്ടത്തിലൂടെ ഡൈജസ്റ്റ് ആവണം, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ആർക്കില്ല, സസ്യത്തിനില്ല. കാരണം അവർ സിമ്പിൾ ഫുഡ്സ് ആണ് ഉണ്ടാക്കുന്നത്. ആ സിമ്പിൾ ഫുഡ്സ് സിമ്പിളി തന്നെ ഡൈജസ്റ്റ് ആവുന്നവയാണ്. നമ്മുടെ കൂട്ടം എന്താണ്, ഹെവി ഫുഡ്സ് അല്ല. അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റ് ആവാൻ വലിയ വലിയ പ്രശ്നം. നമ്മൾ മീൻസ് ജന്തുജാലങ്ങളില്ലേ, പുലിയും കടുവയൊക്കെ എന്താണ്, മാംസാഹാരികളൊക്കെ അല്ലേ, അവയൊക്കെ കടിച്ചു കുറച്ച് തിന്നും. അപ്പോൾ അവർക്ക് ഉള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം സിമ്പിളി പറ്റുമോ? പറ്റത്തില്ല. കാരണം ഇതൊക്കെ ദഹിക്കണമെങ്കിൽ ഇച്ചിരി പാടാടേ. നമുക്കായാലും അറിയാലോ ഇല്ലേ, അൽഫാമും മന്തി പോലെയുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈജസ്റ്റ് ആവാനൊക്കെ ഇച്ചിരി പാടല്ലേ. അപ്പം അതിന് കുറച്ച് ടൈം എടുക്കും. അപ്പം അതിനെ അത്രയും ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ഡൈജസ്റ്റ് ആക്കണമെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയ്ക്കും എന്താണ് കപ്പാസിറ്റി ഉള്ളൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം ആർക്ക് വേണം? നമുക്ക് വേണം. അല്ലെങ്കിൽ ഒരു എക്സ്ക്രീറ്ററി സിസ്റ്റം ആർക്ക് വേണം? നമുക്ക് വേണം. സസ്യങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്താണ്, ജീവൽ പ്രവർത്തനങ്ങളുടെ നിരക്ക് അവർക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ വിസർജ്യങ്ങളുടെ അളവും സസ്യങ്ങളിൽ വളരെ കുറവാണ്. സസ്യങ്ങളിലെ പ്രധാന വിസർജ്യ വസ്തുക്കൾ ഏതൊക്കെയാണ്? സസ്യങ്ങളിലെ വിസർജ്യ വസ്തുക്കൾ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. സസ്യങ്ങളിലെ പ്രധാന വിസർജ്യ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ആസ്യരന്ധ്രത്തിൽ ലെൻറ്റിസെൽസ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉപോൽപ്പന്നമായ ഓക്സിജൻ ശ്വസനത്തിന്റെ ഉപോൽപ്പന്നങ്ങളായ കാർബൺ എന്നീ ജലം എന്നിവ പുറന്തള്ളുന്നത് എന്താണ്? ആസ്യരന്ധ്രം വഴിയാണ് കേട്ടോ. എന്താ നിങ്ങൾ നോക്കിയേ, അവിടെ വിസർജ്യത്തിനകത്ത് വിടുന്നതാണോ എന്ത് ഓക്സിജൻ അല്ലേ? അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതിൻ്റെ വിസർജ്യമാണ് എന്ത്? ഓക്സിജൻ. അതിനെ സ്റ്റൊമാറ്റയിലൂടെ പുറന്തള്ളുന്നു. പിന്നെന്താണ്, കാർബണും ജലവും ഒക്കെ ഇവ എന്ത് ചെയ്യുന്നുണ്ട്? പുറന്തള്ളുന്നുണ്ട്. ആ പുറന്തള്ളാൻ വേണ്ടി അവ എന്തിനു ഉപയോഗിക്കുന്നു? ആസ്യരന്ധ്രത്തെ ഉപയോഗിക്കുന്നു. അപ്പോൾ ആസ്യരന്ധ്രത്തിന് കാർബൺ ഡയോക്സൈഡിനെ വലിച്ചു കയറ്റുക എന്നുള്ള ജോലി മാത്രമല്ല, പിന്നെന്താണ്, ആസ്യരന്ധ്രം വഴി തന്നെയാണ് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നതും. പിന്നെന്താണ്, ജലത്തിൽ സസ്യങ്ങളെ ഇല എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് ജലത്തെയും ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു മാർഗത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വിടുന്നുണ്ട്. സസ്യങ്ങൾ വലിച്ചെടുക്കുന്ന ജലം അധികമാകുമ്പോൾ ആ ജലം ഇലയിലൂടെ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട്. അതിനും ഈ സ്റ്റൊമാറ്റയാണ് യൂസ് ചെയ്യുന്നത്. അതും ഒരു വിസർജ്യ വസ്തുവാണെന്നാണ് പറയുന്നത്. അടുത്ത നോക്കിയേ, ഹൈഡാത്തോഡ്. ഹൈഡാത്തോഡ് എന്താണെന്ന് വെച്ചാൽ പുൽവർഗ സസ്യങ്ങളിലും ചില കുറ്റിച്ചെടികളിലും ഇലയുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങളാണ് ങ്ങളായ ഹൈഡത്തോടുകളിൽ കൂടി അധിക ജലം എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തു പോകുന്നുണ്ട്. അതായത് നമ്മളിപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇലകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ഇലയുടെ ഈ തുമ്പ് ഭാഗങ്ങളുണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു സുഷിരങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കാത്തതാണ് കേട്ടോ. ഈ സുഷിരങ്ങൾ പറയുന്ന പേരാണ് ഹൈഡാത്തോഡ്. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രത്തോണിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലൂടെ എന്ത് ചെയ്യും? സസ്യങ്ങളിലെ അധിക ജലം എന്ത് ചെയ്യുന്നുണ്ട്? പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പം ആ വിസർജ്യമായിട്ടുള്ള അധിക ജലത്തെ എന്ത് ചെയ്യുന്നു? പുറന്തള്ളപ്പെടുന്നു ഇല്ലേ? വിസർജ്യങ്ങൾ അതിപ്പം മനുഷ്യ ശരീരത്തിലെ വിസർജ്യങ്ങളിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നതാണ്?
മലം ഉൾപ്പെടുന്നുണ്ട്, മൂത്രം ഉൾപ്പെടുന്നുണ്ട്, വിയർപ്പ് ഉൾപ്പെടുന്നുണ്ട് ഇല്ലേ? അങ്ങനെയുള്ള ഒരുപാട് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? വിസർജ്യത്തിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അപ്പോൾ അതുപോലെ തന്നെ സസ്യങ്ങളിലും വിസർജ്യങ്ങൾ പല മാർഗത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പുറന്തള്ളപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ഓക്സിജൻ വിസർജ്യമാണ്, അതിനെയൊക്കെ സ്റ്റൊമാറ്റയിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഇവിടെ അധികമുള്ള ജലത്തെ ഹൈഡത്തോടിലൂടെ പുറത്തുവിടുന്നുണ്ട് കേട്ടോ. സ്റ്റൊമാറ്റയിലൂടെയും പുറത്തു വിടുന്നുണ്ട്, ഹൈഡത്തോടിലൂടെയും പുറത്തു വിടുന്നുണ്ട്. അടുത്ത എന്താണെന്ന് നോക്കിയേ, കാതൽ രൂപീകരണം. അടുത്ത എന്താണ്? കാതൽ രൂപീകരണം. ചില വിസർജ്യ വസ്തുക്കൾ സസ്യകാണ്ഡത്തിന്റെ മധ്യത്തിലുള്ള പ്രായം ചെന്ന സൈലം കുഴലുകളിൽ വന്നടിഞ്ഞ് കാതൽ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്നു. എന്താണ് സൈലം കുഴലുകൾ? സൈലം എന്ന് വെച്ചാൽ എന്തുവാ? PSC കോച്ചിങ് സെൻറ്റർ അല്ലേ? ഓൺലൈൻ PSC കോച്ചിങ് സെൻറ്റർ, ഓഫ്ലൈൻ ഒക്കെ ഉള്ള എന്താണ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് എന്ത്? സൈലം അല്ലേ? അങ്ങനെയൊന്നും അല്ല കേട്ടോ. സൈലം എന്നുള്ള വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞില്ല. സസ്യങ്ങൾ ജലവും ലവണവും ഒക്കെ ആഗിരണം ചെയ്യും. ഈ ജലവും ലവണവും ഒക്കെ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു കുഴലാണ് എന്ത്? സൈലം എന്ന് പറയുന്നത്. സസ്യത്തിലെ ജലവും ലവണവും അല്ലേ? പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് വേണ്ടുന്ന എല്ലാ ജലവും ലവണങ്ങളും സൈലം കൊടുക്കുമെന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് ഓർത്തങ്ങ് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ എന്താണ്? തിരിഞ്ഞു പോകില്ല, സൈലം ഫ്ലോയും തിരിഞ്ഞു പോകില്ല കേട്ടോ. സൈലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സസ്യങ്ങളിൽ ആവശ്യമായ ജലവും ലവണവും വേരുകൾ വലിച്ചെടുക്കും. ഇതിനെ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കലകളാണ് എന്ത്? സൈലം കലകൾ. ആ കലകളെല്ലാം കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു കുഴൽ രൂപത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് എന്ത്? സൈലം എന്ന് പറയുന്നത്. ഫ്ലോയം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു. സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കുഴലുകളാണ് ഫ്ലോയം കുഴലുകൾ. അപ്പം ഈ സൈലം കുഴലുകളുണ്ടല്ലോ, എല്ലാ സെൽസും എന്ത് ചെയ്യും? ഇവിടെ ഡെഡ് ആവും. ഡൗട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അതിന് ഓരോ സെൽസിനും ഇത്ര ടൈം ഉണ്ട്, അതിൻ്റെ ഏജ്. ആ ഏജ് കഴിയുമ്പോൾ അത് എന്താവും? ഡെഡ് ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ സ്കിൻ സെൽസ് നമ്മുടെ ശരീരത്തിൽ മിക്കാറും എന്താണ് ഇങ്ങനെ വരണ്ടിട്ട് പൊരിഞ്ഞിളകുക എന്നൊക്കെ പറയത്തില്ലേ? പൊരിഞ്ഞിങ്ങനെ ഇളകുക, തൊലി ഇങ്ങനെ പൊരിഞ്ഞിളകുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? നമ്മുടെ ശരീരത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ ചൊറിയുമ്പോൾ എന്ത് ചെയ്യും? തൊലി ഇങ്ങനെ പൊരിഞ്ഞിളകും ഇല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ തേക്കും ഇല്ലേ? അതെന്താണ്? അപ്പോൾ ഇളകുമ്പോൾ ആ ഇളകി വരുന്ന ചെറിയ ചെറിയ പാളികളാണ് എന്ത്? ഡെഡ് സെൽസ് ആണ്. അതെന്താണ്? ആ സെൽസ് അതിൻ്റെ പ്രവർത്തനം എല്ലാം കഴിഞ്ഞ് ഡെഡായി. അതേപോലെ തന്നെ എല്ലാ സെൽസും എന്ത് ചെയ്യും? ഡെഡാവും. അതിനനുസരിച്ച് പുതിയ സെൽസ് ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം സസ്യങ്ങളിലെ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡെഡ് ആവുന്നുണ്ട്. പക്ഷേ അവരുടെ സെൽസ് എന്ത് ചെയ്യുന്നില്ല? ഡെഡായിട്ട് പുറത്തേക്കും ആ വഴികളൊന്നുമില്ല. അപ്പം ഈ സൈലത്തിൻ്റെ ഓൾഡ് സൈലം സെൽസ് എന്നുവെച്ചാൽ എന്താണ്? പ്രായം ചെന്ന സൈലം കുഴലുകളിൽ ഈ സസ്യത്തിൻ്റെ വിസർജ്യങ്ങളെല്ലാം വന്ന് എന്ത് ചെയ്യും? അടിഞ്ഞ് കൂടും കേട്ടോ. അടിഞ്ഞ് കൂടി അവിടെ എന്ത് ചെയ്യുന്നു? കാതൽ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്നു ഇല്ലേ? നമ്മൾ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ നല്ല കാതലുള്ള ചെടിയില്ലേ? അല്ലെങ്കിൽ എന്താണ് കട്ടള കതവൊക്കെ ഉണ്ടാക്കാൻ കാതലുള്ള മരം വേണമെന്ന് പറയും. അതെന്താണ്? സസ്യത്തിൻ്റെ വിസർജ്യമാണ് എന്ന് ഓർത്ത് വെച്ചേക്കണം. സസ്യത്തിൻ്റെ വിസർജ്യമാണ് എന്ത്? ഈ കാതൽ പോലെ രൂപീകരിക്കുന്നത്. ഇതിൻ്റെ നടുക്കുള്ള ആ സൈലം കുഴലുകളിലൊക്കെ എന്ത് ചെയ്യും? സൈലം കുഴലുകൾ ഇങ്ങനെയാണ്. ഇങ്ങനെ കാണപ്പെടും. ഈ കുഴലുകളിൽ ഇത് ഡെഡായി കഴിയുമ്പം ഇതിങ്ങനെ തന്നെ നിൽക്കും. ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ നശിച്ചു പോയി പ്രവർത്തനമൊക്കെ ഇല്ലാതെ നിൽക്കുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ വിസർജ്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞുകൂടി ഈ ഒരു ഫോർമാറ്റ് കൈവരിക്കും. അത്രയേ ഉള്ളൂ. കാതൽ രൂപീകരണം ഒരു സസ്യത്തിൻ്റെ വിസർജ്യ ഭാഗം അല്ലെങ്കിൽ ഒരു വിസർജ്യത്തിൻ്റെ അല്ലെങ്കിൽ വിസർജ്യ രൂപീകരണത്തിൻ്റെ ഭാഗമാണെന്നേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. വേറെ ഒന്നുമില്ല. അടുത്ത എന്താണ്? ഇല കൊഴിയൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നേ. ഇലകൾ വളർച്ചയെത്തി കൊഴിയുകയാകുമ്പോൾ തന്നെ സസ്യങ്ങൾ ആവശ്യമായ ഘടകങ്ങൾ അവയിൽ നിന്നും തിരിച്ചെടുക്കുന്നു. കൊഴിഞ്ഞ ഇലകൾ എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ് അതിൻ്റെ സെൽസൊക്കെ നശിച്ചു തുടങ്ങുമ്പോഴേ ആ ഇലയ്ക്കകത്ത് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ ആ ചെടിക്കുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുക്കുന്നു. സസ്യത്തിൻ്റെ ഇലകൾ എന്ത് ചെയ്യും? കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഇല്ലേ? അതിനകത്തുള്ള വിസർജ്യങ്ങളെല്ലാം എന്ത് ചെയ്യും? താഴെ വീണ് നശിച്ചു പോകും. ആരോഗ്യകരമായ ജീവിതത്തിന് ബാഹ്യ പരിസ്ഥിതിയും ആന്തര പരിസ്ഥിതിയും മാലിന്യമുക്തമാക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ബാഹ്യ പരിസരം മാലിന്യമുക്തമാക്കി സൂക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. ഇതൊക്കെ ടെക്സ്റ്റിനകത്ത് ജസ്റ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വിസർജന പ്രക്രിയയിലൂടെ ശരീരം എന്ത് ചെയ്യുന്നു? ആന്തര പരിസരം, അതായത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പരിസരം എന്ത് ചെയ്യുന്നു? മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നു. ഇതിന് കരൾ, വൃക്ക, ത്വക്ക്, ശ്വാസകോശം തുടങ്ങിയ അവയവങ്ങളൊക്കെ മനുഷ്യ ശരീരമായിട്ട് റിലേറ്റ് ചെയ്താണ് കേട്ടോ.
പങ്കുവഹിക്കുന്നുണ്ട്. ഈ അവയവങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണത്തിൽ ഉതകുന്ന ജീവിതശൈലി നമുക്ക് അനുവർത്തിക്കാം. കാരണം ഈ ടെക്സ്റ്റിനകത്തെ സസ്യങ്ങളെയും ജന്തുജാലങ്ങളെയും കൂടെ മിക്സ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നൊരു പാർട്ടാണ്, ഈ വിസർജ്യവുമായി ബന്ധപ്പെട്ട് കയറി വന്നതാണ്. നിങ്ങൾക്ക് അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ നേരത്തെ മുൻ ക്ലാസ്സുകളിലൊക്കെ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. ഇതിനകത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എന്താണ്? ബാഹ്യ പരിസ്ഥിതി കൂടി നമ്മൾ എന്ത് ചെയ്യണം? മലിനമാകാതെ സൂക്ഷിക്കണം. അതായത് നമ്മുടെ ചുറ്റുപാട് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം, മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സസ്യങ്ങൾ ചലിക്കുമോ? അടുത്താണ് സസ്യത്തിൻ്റെ മൂവ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. നിങ്ങളുടെ ഇടയ്ക്ക് പറഞ്ഞില്ലേ നമ്മുടെ പരിസര മലിനീകരണത്തിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞില്ലേ. നമ്മുടെ ചുറ്റുപാടെല്ലാം തൂത്ത് വൃത്തിയാക്കുന്നതാണോ പരിസര മലിനീകരണം? അല്ല, വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ല. പരിസരത്ത് മറ്റു തരത്തിലുള്ള ഒരുപാട് മാലിന്യങ്ങളുണ്ട് അല്ലേ. നമ്മുടെ വായുവിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട്, പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് മാലിന്യങ്ങൾ ഭൂമിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ദോഷം ഉണ്ടാക്കുന്നുണ്ട്. ആ മാലിന്യങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കാൻ നമ്മൾ ശ്രമിക്കണം. മാക്സിമം അവ എന്ത് ചെയ്യുക? നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവയുടെ ഉപഭോഗം നമ്മൾ കുറയ്ക്കുക. ഇതാണ് ട്രോപ്പിസംസ്, അതായത് അതിൻ്റെ മൂവ്മെൻറ്റ്സ്, ചലനം, വേറെ ഒന്നുമില്ല കേട്ടോ. പ്ലാന്റ്സ് ചലിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പ്ലാന്റ്സ് ചലിക്കുമോ? പ്ലാന്റ്സിന് മൂവ്മെൻറ്റ്സ് ഉണ്ടോ? ഉറപ്പായും ഉണ്ടില്ലേ. മൂവ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ അത് മുകളിലോട്ട് വളരില്ലല്ലോ. വളരുമോ? മുകളിലോട്ട് വളരുമല്ലേ, അതൊരു മൂവ്മെൻ്റ് അല്ലേ. ഇങ്ങനെ ലോക്കോമോട്ടീവ് മൂവ്മെൻറ്റ്സ് ഇല്ലെന്നല്ലേ ഉള്ളൂ. പ്ലാന്റ്സിന് മൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. പ്ലാന്റ്സിനും എന്തുണ്ട്? മൂവ്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. സസ്യങ്ങളിൽ വിവിധ ഉദ്ദീപനങ്ങൾക്കനുസൃതമായി ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സസ്യങ്ങളിൽ എങ്ങനെയാണ്? വിവിധ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് അതായത് ഒരു സസ്യത്തിന് എവിടെ നിന്നാണോ അതിനുള്ളിലേക്ക് ആക്ഷൻ വരുന്നത് അതിനനുസരിച്ച് അത് എന്ത് ചെയ്യും? മൂവ് ചെയ്യുന്നുണ്ട് എന്നതാണ് പറയുന്നത്. പ്രകാശം ഒരു ഉദ്ദീപനമാണ്. ഭൂഗുരുത്വം, ജലം, സ്പർശം, രാസവസ്തുക്കൾ തുടങ്ങിയ എല്ലാം സസ്യചലനങ്ങൾക്ക് കാരണമാകുന്ന ഉദ്ദീപനങ്ങളാണ്. അപ്പോൾ സസ്യത്തിൻ്റെ മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്ന ഉദ്ദീപനങ്ങളാണ് ഏതൊക്കെ? പ്രകാശം, ഭൂമിയുടെ ഗുരുത്വാകർഷണം, പിന്നെ ജലം, സ്പർശം, രാസവസ്തുക്കൾ തുടങ്ങിയവയെല്ലാം സസ്യചലനങ്ങൾക്ക് സഹായകമാകുന്നവയാണ്. ഫസ്റ്റാണ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത് അല്ലേ. എന്താണ് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്? അവിടുത്തെ ഉദ്ദീപനം ആരാണ്? സൂര്യപ്രകാശമാണ്. അതായത് സസ്യങ്ങൾ എപ്പോഴും സൂര്യപ്രകാശത്തിൻ്റെ നേർക്കാണ് എന്ത് ചെയ്യുന്നത്? വളരുന്നത്. അപ്പോൾ അതിൻ്റെ കാണ്ഡം വളരുന്നത് എന്തിനു നേരെയായിരിക്കും? സ്റ്റെം ഗ്രോസ് ടുവാർഡ് ലൈറ്റ്. ഇതിൻ്റെ സ്റ്റെം എവിടേക്കാണ് വളരുന്നത്? സൂര്യൻ്റെ നേർക്ക്, അല്ലെ പ്രകാശത്തിൻ്റെ നേർക്കാണ് വളരുന്നത്. കാരണം അവയ്ക്ക് എന്ത് ആവശ്യമുണ്ട്? സൂര്യപ്രകാശം ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി? അവയുടെ ഫുഡ് പ്രിപ്പറേഷന് വേണ്ടി അവർക്ക് എന്ത് ആവശ്യമാണ്? സൂര്യപ്രകാശം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത് സൂര്യപ്രകാശം എന്ന ഉദ്ദീപനത്തിന് നേരെയാണ് ആ കാണ്ഡം വളരുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് എന്താണ്? റൂട്ട്. അതാ ഈ ചിത്രം നോക്കിയേ. ഈ ചിത്രത്തിൽ നമുക്കൊരു റൂട്ട് കാണാൻ സാധിക്കും. റൂട്ട് എങ്ങോട്ടായിരിക്കും കുഞ്ഞുങ്ങളെ വളരുന്നത്? റൂട്ട്സ് ഗ്രോ ടുവാർഡ്സ് ഗ്രാവിറ്റി. ഭൂഗുരുത്വത്തിന് അനുകൂലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? റൂട്ട്സ് വളരുന്നത്. കാരണം റൂട്ട്സിന് അതിൻ്റെ ജോലി ചെയ്യണമെങ്കിൽ എന്ത് വേണം? സോയിൽസ് വേണം അല്ലേ. സോയിൽ വേണം. അപ്പോൾ അതിന് മുകളിലോട്ട് വളർന്നാൽ പറ്റുമോ? അതിന് എന്ത് വേണ്ട? സൺലൈറ്റ് വേണ്ട. സൺലൈറ്റിൻ്റെ ആവശ്യം അയാൾക്കില്ല. അതുകൊണ്ട് തന്നെ വേരിന് എന്ത് ചെയ്യണം? ജലവും ലവണങ്ങളും വേണം. അത് എവിടെ കിട്ടും? മണ്ണിൽ കിട്ടും. അതുകൊണ്ട് തന്നെ അതിന് വളരേണ്ടുന്നത് എവിടേക്കാണ്? ഭൂഗുരുത്വത്തിന് അനുകൂലമായിട്ട് താഴോട്ടാണ് എന്ത് ചെയ്യേണ്ടുന്നത്? വളരേണ്ടുന്നത്. അപ്പം അവിടെയും എന്താണ്? ഒരു ട്രോപ്പിസം, ഒരു മൂവ്മെൻറ്റ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നോക്കിയേ. ഇവിടെ സ്റ്റെം ഗ്രോസ് എഗനിസ്റ്റ് ഗ്രാവിറ്റി. ഈ മറിഞ്ഞു കിടക്കുന്ന ഒരു ചെടിയാണ്. എന്നിട്ട് പോലും ഈ ചെടി എന്ത് ചെയ്യുന്നില്ല? ഇങ്ങോട്ട് വളരുന്നില്ല. ഈ ചെടിക്ക് ആവശ്യമായ സൂര്യപ്രകാശം മുകളിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളഞ്ഞ് എവിടേക്ക്? സൂര്യപ്രകാശത്തിന് നേരെ, അതായത് ഭൂഗുരുത്വത്തിനെതിരെ എന്ത് ചെയ്യുന്നു? വളരും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ക്ലൈംബേഴ്സ് ഗ്രോ ടുവാർഡ്സ് ആൻഡ് അറൗണ്ട് ദ സപ്പോർട്ട്. ക്ലൈംബേഴ്സ് അതായത് ഇങ്ങനെ പടർന്നു പിടിക്കുന്ന വള്ളിച്ചെടികളൊക്കെ ഇല്ലേ, അതാണ് ക്ലൈംബേഴ്സ്. ക്ലൈംബേഴ്സ് എപ്പോഴും വളരുന്നത് അതിന് സപ്പോർട്ട് എവിടെ കിട്ടും? കാരണം അതിന് പടർന്നു കയറാൻ എവിടെയാണ് ഒരു വസ്തു കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ചെടി കിട്ടുന്നത്, ഒരു കമ്പ് കിട്ടുന്നത് എന്ന് ആലോചിച്ചാൽ അതിൻ്റെ സപ്പോർട്ടിനനുസരിച്ചാണ് അതിൻ്റെ മൂവ്മെൻറ്റ്സ് വരുന്നത്. ഇത് അടുത്ത് നോക്കിയേ. ഹൈഡ്രോട്രോപ്പിസം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏതൊരു ചെടിയുടെയും വേരുകൾ
അയാളുടെ പ്രവർത്തനം ജലവും ലവണവും വലിച്ചെടുക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ജലമുള്ള ഭാഗത്തേക്കായിരിക്കും അതിൻ്റെ വേരുകൾ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്, ഹൈഡ്രോട്രോപ്പിസം. ഈ ചെടി നോക്കൂ, ഈ ഭാഗത്തായിട്ടാണ്, ഇത് കപ്പി വെള്ളം വെച്ചേക്കൊന്നും അല്ലേ, ഈ ഭാഗത്താണ് വെള്ളമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ വേര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വെള്ളത്തിനനുസൃതമായിട്ട് ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്, വളരുന്നത്. ഓക്കെ, സ്റ്റെം ഗ്രോ എവേ ഫ്രം വാട്ടർ. സ്റ്റെം എന്ത് ചെയ്യുന്നുണ്ട്, ജലത്തിന് ദൂരെയായിട്ടാണ്, ജലത്തിനെതിരെയാണ് എന്ത് ചെയ്യുന്നത്, വളരുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജലം എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റെമ്മിനെ അല്ലെങ്കിൽ ലീഫിനെ എന്ത് ചെയ്യും, അഴുക്കിക്കളയും. അതുകൊണ്ട് തന്നെ അതിന് എന്തിൻ്റെ ആവശ്യമില്ല, അവിടെ വെള്ളം പുറത്തുനിന്ന് അതിന് ആവശ്യമില്ല. അതിന് വേണ്ടുന്ന വെള്ളത്തെ ആര് തന്നെ കൊടുക്കണം, വേര് പിടിച്ചെടുത്ത് കൊടുക്കണം. ആ വെള്ളത്തെ മാത്രമേ അതിന് ഉപയോഗിക്കാൻ സാധിക്കൂ. അധിക ജലം അതിന് ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിലൊക്കെ നട്ട് വളർന്ന ചെടികളുടെയൊക്കെ ഇല, ഒരു റോസ് ചെടി എടുത്തെന്ന് വെച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില സമയങ്ങളിലൊക്കെ അതിൻ്റെ ഇലയ്ക്ക് മഞ്ഞ കളറിലായിട്ട് അതിങ്ങനെ പഴുത്ത് നിൽക്കുന്നത്. ഒരിലയൊക്കെ പഴുത്ത് നിൽക്കുന്ന വലിയ കാര്യമില്ല, നിറയെ ഇലകളും പഴുത്ത് നിൽക്കുന്നതൊക്കെ കാണാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈവനിങ് ടൈമിലൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ ചെടി എന്ത് ചെയ്യും, ഈ വേരുകൾ എന്ത് ചെയ്യും, ഈ വെള്ളത്തെ വലിച്ചെടുത്ത് ചെടിക്ക് കൊടുക്കും അല്ലേ. പക്ഷേ ഈ ഈവനിങ് ടൈമിലൊക്കെ ഒഴിക്കുന്ന വെള്ളം ആയതുകൊണ്ട് സൂര്യപ്രകാശം ഒട്ടും തന്നെ ഉണ്ടായിരിക്കില്ല. ഈ വെള്ളം എന്താണ്, ഈ ഇലയിൽ നിന്നും ട്രാൻസ്പിറേറ്റ് ചെയ്ത് പോകാൻ യാതൊരു വഴികളും ഇല്ലാത്തതുകൊണ്ട് ഈ ജലം അധികമായിട്ട് എവിടെ നിൽക്കും, ഈ ഇലയിൽ തന്നെ തങ്ങി നിൽക്കും. അപ്പോൾ ഈ ഇലയ്ക്ക് ഈ വെള്ളം ഓവർ ആവുമ്പോൾ ഈ ഇലയ്ക്ക് ഈ വെള്ളത്തെ താങ്ങാൻ കഴിയാതെ ഈ ഇല എന്ത് ചെയ്യും, പഴുത്തു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ വെള്ളം ഒഴിച്ചാൽ എന്താണ്, വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം എക്സ്ട്രാ വാട്ടർ എന്ത് ചെയ്ത് ട്രാൻസ്പിറേറ്റ് ചെയ്ത് പോയിക്കോളും. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഇതിനൊന്നും എന്താവശ്യമില്ല, പുറത്തുനിന്ന് എന്താവശ്യമില്ല, ജലം ആവശ്യമില്ല. അകത്തുള്ള ജലവും ആവശ്യത്തിന് മാത്രം മതി. ഇതൊരു ബോക്സ് അതിനകത്ത് കൊടുത്തിരിക്കുന്നതാണ്, ജസ്റ്റ് നോക്കിക്കോളൂ. ഒരു ചലനം, ഉദ്ദീപനം, ചലിക്കുന്ന സസ്യഭാഗം, ചലനദിശ, അത്രയും കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്നാണ്ട് ഉദ്ദീപനം പ്രകാശമാണ് പറയുന്നത്. പ്രകാശമാണെങ്കിൽ ഇവിടെയുള്ള ചലനം എന്താണ്, ഫോട്ടോട്രോപ്പിസം ആണ് അല്ലേ, ഫോട്ടോട്രോപ്പിസം. അവിടെ കാണ്ഡം എങ്ങനെയാണ് ചലിക്കുന്നത്, ചലനദിശ എങ്ങനെയാണ് ചലനം കാണ്ഡത്തിൻ്റെ, അതായത് അതിൻ്റെ തടിയുടെ, അതിൻ്റെ ആ ഒരു സ്റ്റെമ്മിൻ്റെ ഉദ്ദീപനത്തിന് നേരെ ആയിരിക്കും. ഇവിടുത്തെ ഉദ്ദീപനം പ്രകാശമാണ്, അപ്പോൾ പ്രകാശത്തിന് നേരെയാണ് അല്ലേ, ഉദ്ദീപനത്തിന് നേരെ ചലനദിശ. വേരുകളാണെങ്കിലോ ഉദ്ദീപന ദിശയ്ക്കെതിരെ, കാരണം വേരുകൾക്ക് എന്താവശ്യമില്ല, പ്രകാശം ആവശ്യമില്ല. ഇവിടുത്തെ ഉദ്ദീപനം പ്രകാശമാണ്. അടുത്ത നോക്കിയേ, ഭൂഗുരുത്വ ട്രോപ്പിക ചലനം. ഇവിടുത്തെ ഉദ്ദീപനം എന്താടേ, ഉദ്ദീപനം എന്താണ്, ഗ്രാവിറ്റി അല്ലേ ഇവിടുത്തെ ഉദ്ദീപനം. കാണ്ഡമാണെങ്കിലോ ഉദ്ദീപനത്തിന് നേരെയാണോ വളരുന്നത്, അതോ ഉദ്ദീപനക്ക് എതിരെയാണോ, ഉദ്ദീപന ദിശയ്ക്ക് എതിരെ ഇല്ലേ. ഇയാൾ സൂര്യൻ്റെ നേർക്കാണ് വളരുന്നത്, അല്ലാതെ ഭൂമിയുടെ നേർക്കല്ല, താഴോട്ട് കുത്തിയാണ് വളരുന്നത് അല്ല. വേരുകളാണ് ഉദ്ദീപന ദിശയ്ക്ക് നേരെ വളരുന്നത്. അതായത് ഇവിടുത്തെ ഉദ്ദീപനം ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഭൂഗുരുത്വത്തിന് അനുകൂലമായിട്ട് വളരുന്നത് ആരാണ്, ഇവിടെ വേരുകളാണ്. അടുത്ത ഇവിടുത്തെ ഉദ്ദീപനം ജലമാണ്. അപ്പോൾ ഹൈഡ്രോട്രോപ്പിസം. കാണ്ഡം, വേരുകൾ. കാണ്ഡമാണെങ്കിൽ എങ്ങനെയാണ് വളരുന്നത്, ഉദ്ദീപന ദിശയ്ക്ക് എതിരായിട്ടാണ് വളരുന്നത് അല്ലേ, എതിര്. വേരുകൾക്കാണ് എന്ത് വേണ്ടുന്നത്, ജലം ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഉദ്ദീപനത്തിന് നേരെ വളരുന്നത് ആരാണ്, വേരുകളാണ്. അടുത്ത് നോക്കിയേ, സ്പർശട്രോപിക ചലനം, ഹാപ്റ്റോട്രോപ്പിസം കേട്ടോ. സ്പർശട്രോപിക ചലനത്തിന് എന്താ പറയുന്നത്, ഹാപ്റ്റോട്രോപ്പിസം എന്നാണ് പറയുന്നത് കേട്ടോ, ഹാപ്റ്റോട്രോപ്പിസം. നോക്കിയേ, ഇവിടുത്തെ ഉദ്ദീപനം ആരാണ്, സ്പർശമാണ്, സ്പർശമാണ്. കാണ്ഡം, ഉദ്ദീപനം ഉണ്ടാകുന്ന വസ്തുവിന് നേർക്കോ അതിനെ ചുറ്റിയോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കാണ്ഡം വളരുന്നത്. അടുത്ത രാസട്രോപിക ചലനം, അതായത് കീമോട്രോപ്പിസം. രാസവസ്തുക്കളുടെ സാന്നിധ്യം അനുസരിച്ചായിരിക്കും അതെന്ത് ചെയ്യുന്നത്, വളരുന്നത്. പരാഗനാളിയിലെ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, നോക്കിയേ നിങ്ങൾ. Certain chemicals produced by the ovary help the growth of pollen towards the ovary. നോക്കിയേ, ഈ പോളൻ ട്യൂബ്സിന് എവിടേക്ക് വരണം, എവിടേക്ക് വരണം, ഈ പോളൻസിന് എവിടേക്ക് വരണം, ഓവറിയിലേക്ക് വരണം. വരണ്ടേ? ഇവിടെ കീമോട്രോപ്പിസം ആണ് നടക്കുന്നത്. കാരണം
ഈ പോളൻസിന് എവിടെ എത്തണം? ഓവറിയിൽ എത്തണം. അതിനു വേണ്ടി സഹായിക്കുന്നത് കെമിക്കൽസ് ആണ്. അപ്പോൾ ആ കെമിക്കൽസിൻ്റെ ഉദ്ദീപനം അനുസരിച്ച് അത് എന്ത് ചെയ്യും? ഓവറിയിലേക്ക് എത്തിച്ചേരും. രാസവസ്തുക്കളുടെ സാന്നിധ്യമുള്ള ദിശയിലേക്ക് എന്ത് ചെയ്യും? എത്തിച്ചേരും. ഇവിടുത്തെ ചലിക്കുന്ന സസ്യഭാഗം ഏതാണ്? പരാഗനാളിയാണ് കേട്ടോ. പരാഗനാളിയാണ്. ഉദ്ദീപനം എന്താണ്? രാസവസ്തുക്കളുടെ സാന്നിധ്യമാണ് ഉദ്ദീപനം. ചലന ദിശ എങ്ങനെയാണെന്ന് വെച്ചാൽ രാസവസ്തുക്കളുടെ സാന്നിധ്യമുള്ള ദിശയിലേക്ക് അതെന്ത് ചെയ്യും? ചലിക്കും. അപ്പോൾ ഉദ്ദീപന ദിശയ്ക്ക് നേരെ ഏതാണ് വളരുന്നത്, ഉദ്ദീപന ദിശയ്ക്കെതിരെ ഏതാ വളരുന്നതെന്ന് ഓരോ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. പ്രകാശമാണ് ഉദ്ദീപനമെങ്കിൽ കാണ്ഡം അതിന് നേരെ, ഉദ്ദീപന ദിശയ്ക്ക് നേരെയും വേര് അതിനെതിരെ ായിരിക്കും. ജലമാണെങ്കിൽ വേരെന്ത് ചെയ്യും? ഉദ്ദീപനത്തിന് നേരെയായിരിക്കും വളരുന്നത്, കാണ്ഡം അതിനെതിരെയായിരിക്കും വളരുന്നത്. പിന്നെന്താണ്? ഭൂഗുരുത്വമാണെങ്കിൽ അതിന് നേരെ, അത് നമുക്ക് നല്ലവർക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? വേരുകളാണ് ഉദ്ദീപന ദിശയ്ക്ക് നേരെ വളരുന്നത്, കാണ്ഡം അതിനെതിരെയാണ് വളരുന്നത്. ഓക്കെ. ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമുള്ള ചലനങ്ങളാണ് ട്രോപ്പിക ചലനങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഉദ്ദീപന ദിശയ്ക്ക് അനുസരിച്ചോ അതിനെതിരെയോ ആയിരിക്കും ചലനം ഉണ്ടാകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവ തമ്മിൽ എന്താണ്? റിലേറ്റഡ് ആണ്. അങ്ങനെയുള്ള ചലനങ്ങളെ നമുക്ക് ട്രോപ്പിക് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ട്രോപ്പിക ചലനം എന്ന് പറയാം. തൊട്ടാവാടി നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? തൊട്ടാവാടിയിലെ ചലനത്തെ നമുക്ക് ഏത് രീതിയിൽ ഉൾപ്പെടുത്താം? ഉദ്ദീപന ദിശയ്ക്കും ചലനദിശയും സെയിം ആയിരിക്കുമോ? അല്ലെങ്കിൽ അത് രണ്ടും എന്താണ് ഈക്വലൈസ് ചെയ്യാൻ സാധിക്കുമോ? ഉദ്ദീപന ദിശയ്ക്ക് അനുസരിച്ച് ആയിരിക്കുമോ അതിൻ്റെ ചലനം ഉണ്ടാകുന്നത്? തൊട്ടാവാടിയുടെ ചലനം ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ഇത്തരം ചലനങ്ങളെ നമ്മൾ നാസ്തിക ചലനം എന്ന് പറയുന്നു. അപ്പം പഠിച്ചു വെച്ചേക്കണം. നാസ്തിക ചലനത്തിന് എക്സാമ്പിൾ ആണ് എന്ത്? തൊട്ടാവാടി, പിന്നെ നമ്മുടെ അഗസ്ത്യ ചെടിയൊക്കെ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ തൊടുമ്പോൾ അതെന്ത് ചെയ്യും? അങ്ങ് ഡൗൺ ആവും. അത് ആ ഇലകളെല്ലാം കൂടെ അങ്ങ് ചേർന്ന് അങ്ങ് തളർന്ന അവസ്ഥയിലേക്ക് മാറും കേട്ടോ. അപ്പം അങ്ങനെയുള്ള, അതായത് ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ചലനങ്ങൾ, ഇവ തമ്മിൽ ബന്ധമുള്ള ചലനത്തെ നമ്മൾ ട്രോപ്പിക് ചലനം എന്ന് പറയുന്നു. ഇവ തമ്മിൽ ബന്ധമില്ലാത്ത ചലനങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? നാസ്തിക ചലനം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ചലനങ്ങളാണ് എന്ത്? നാസ്തിക ചലനങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ ആണോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? നാസ്തിക ചലനത്തിന് ഉദാഹരണമാണ് തൊട്ടാവാടി. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത നോക്കൂ, നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളുടെ ചലനം എങ്ങനെ സാധ്യമാകുന്നു എന്ന് നാം കണ്ടു ഇല്ലേ? നമ്മൾ പഠിച്ചു. എല്ലാ ചലനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. എത്രമാത്രം സങ്കീർണമായ പ്രവർത്തനങ്ങളാണ് നിമിഷ നേരത്തിനുള്ളിൽ നടക്കുന്നത്. നമ്മുടെ ആകാര ഭംഗിക്കും ചലനത്തിനും അസ്ഥിവ്യവസ്ഥയുടെയും പേശികളുടെയും സമന്വിത പ്രവർത്തനങ്ങളാണ് സഹായിക്കുന്നത് അല്ലേ? ജന്തുജാലങ്ങളുടെ ശരീരത്തിലെ ചലനത്തിന് സഹായിക്കുന്നത് അവരുടെ അസ്ഥിയും പേശികളുമൊക്കെയാണ് സഹായിക്കുന്നത്. സസ്യങ്ങളെ സംബന്ധിച്ച് അവയ്ക്കുണ്ടാകുന്ന ഉദ്ദീപനങ്ങൾക്കനുസരിച്ചാണ് അവരുടെ ചലനം സാധ്യമാക്കുന്നത്. ഉദ്ദീപനങ്ങൾക്കനുസരിച്ചല്ല ചലനം സാധ്യമാക്കുന്നത്. അങ്ങനെയുള്ളവയെ നമ്മൾ എന്ത് പറയുന്നു? നാസ്തിക ചലനമെന്നും. അതിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്? തൊട്ടാവാടി. ഓക്കെ. സ്വാഭാവിക പ്രകൃതിയുടെ ഭാഗമായ വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ എന്നിവയെ സംരക്ഷിക്കേണ്ടതും പരിപോഷിക്കേണ്ടതും നാം ഓരോരുത്തരുടെയും കടമയാണ്. അല്ലയോടെ? നമുക്ക് ഈ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലയോ? ഇവയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവയൊക്കെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമ്മുടേതാണ്. നാം ഓരോരുത്തരുടെയും കടമയാണിത്. ഒപ്പം സഹജീവികളോട് നാം അനുകമ്പയുള്ളവരായിരിക്കുകയും വേണമെന്ന് ഭരണഘടനയുടെ 51G എന്ന ആർട്ടിക്കിളിൽ പറയപ്പെടുന്നു. അപ്പോൾ നോക്കിയേ, സ്വാഭാവിക പ്രകൃതിയുടെ ഭാഗമായ വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ എന്നിവയെ സംരക്ഷിക്കുക. പിന്നെന്താണ്? സഹജീവികളോട് നാം അനുകമ്പയുള്ളവരായിരിക്കണം എന്ന് പറയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 51G ആണ്. സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് PYQ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ എടുത്തിട്ടത്. 51G. അപ്പോൾ നമ്മൾ ജീവമണ്ഡലത്തിനെ സംരക്ഷിക്കണമെന്നല്ലേ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അതിനെ സംരക്ഷിക്കണമെന്ന് നമ്മുടെ ഭരണഘടനയിലും പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അതിന് വേണ്ടുന്ന ആർട്ടിക്കിളാണ് എന്ത്? 51G. ഒരുപാട് എക്സാംസിന് ഇത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മറന്നു പോകല്ലേ. 51G എന്ന ആർട്ടിക്കിൾ എല്ലാ പൗരന്മാരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥ അല്ലേ? സമുദ്രം എന്നതൊരു എന്താ സാഗരം. എപ്പോഴും ഒരുപാട് ജന്തുജാലങ്ങൾ, ഒരുപാട് ജീവജാലങ്ങൾ
അതിനടിയിലുണ്ട് അല്ലേ. നമുക്ക് ആ പാട് അറിയാവുന്ന മീൻ മാത്രമേ ഉള്ളൂ, ആ മീൻ മാത്രമുണ്ട്, പിന്നെ കുറച്ച് പവിടപ്പുറ്റുണ്ട്, ഇത്രയൊക്കെ നമുക്കറിയത്തുള്ളൂ. അങ്ങനെയൊന്നുമല്ല, ഒരു വലിയ ആവാസ വ്യവസ്ഥ തന്നെയാണ് എന്ത്, സമുദ്രം. ജീവികളുടെ നിലനിൽപ്പിന് ഓക്സിജൻ അനിവാര്യമാണ്, വേണ്ടേ? അന്തരീക്ഷത്തിൽ ഓക്സിജൻ അല്ലടേ കേട്ടോ, ഓക്സിജൻ ആണേ. ടൈപ്പിംഗ് എറർ. എത്തുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ? ഉണ്ട്, തീർച്ചയായിട്ടും നമുക്കറിയാലോ അന്തരീക്ഷത്തിൽ ഓക്സിജൻ എത്തുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണെന്ന്. പ്രകാശ സംശ്ലേഷണത്തിൽ എന്ത് ചെയ്യുന്നു? ജലം വിഘടിച്ച് ഓക്സിജനെ പുറന്തള്ളപ്പെടുന്നത് ഗ്രാനിയിലൂടെയാണ്. ആണേ. അന്തരീക്ഷ വായുവിന് ഏകദേശം 70 മുതൽ 80% വരെ ഓക്സിജനും, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്തോളൂ. 70 മുതൽ 80% വരെ ഓക്സിജനും സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ് പ്രദാനം ചെയ്യുന്നത്. അല്ലാതെ ഈ കരഭാഗത്തുള്ള സസ്യങ്ങളല്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്. ഭൂമിയുടെ 1/3 ഭാഗമേ എന്തുള്ളൂ? കരഭാഗമുള്ളൂ. ബാക്കി 3 ഭാഗവും എന്താണ്? 4ആയിട്ട് വിഭജിച്ചാൽ 3 ഭാഗവും എന്താണ്? സമുദ്രമാണ്. അപ്പം തന്നെ നമുക്ക് ചിന്തിക്കാം. അന്നും പറഞ്ഞ കരയിലെ സസ്യങ്ങളെയും മരങ്ങളെയൊക്കെ വെട്ടിമുറിച്ച് കളയണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അതിനൊന്നും യൂസ് ഇല്ലെന്നല്ല, അവരുടെ ജോലി അവർ ചെയ്യുന്നുണ്ട്. അവരില്ലെങ്കിൽ നമുക്ക് എന്താണ്? ആഗോളതാപനം കൂടും, ഇവിടെ വസിക്കാൻ പറ്റത്തില്ല. ഓക്സിജൻ കടലിൽ നിന്നൊക്കെ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഇവയൊന്നും വെട്ടി നശിപ്പിക്കരുത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയുള്ള ജന്തുജാലങ്ങളുടെ ഇരട്ടി ജോലി ആര് ചെയ്യുന്നുണ്ട്? സസ്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. അവരില്ലാതെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റത്തില്ല, ജീവിക്കാനും പറ്റത്തില്ല. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അന്തരീക്ഷ വായുവിന് ഏകദേശം 70 മുതൽ 80% വരെ ഓക്സിജനും സമുദ്രത്തിലെ ആൽഗകളും സസ്യപ്ലവകങ്ങളുമാണ് പ്രദാനം ചെയ്യുന്നത് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. ആ ഫാക്റ്റ് മറന്നു പോകല്ലേ കേട്ടോ. ആൽഗകളും സസ്യപ്ലവകങ്ങളും വൈവിധ്യമാർന്നതാണ് ആൽഗകളുടെ ലോകം. ആൽഗകളുടെ ലോകം വളരെ വൈവിധ്യമാണ്. നമുക്ക് ഒരുപാട് ആൽഗകളെയൊക്കെ അറിയാം അല്ലേ. നമ്മൾ ഒരുപാട് ആൽഗകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ. അവയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന വർണ്ണകത്തിൻ്റെ തോതനുസരിച്ച് അവ പച്ച, ചുവപ്പ്, തവിട് എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. വലിപ്പത്തിലുള്ള വൈവിധ്യം സൂക്ഷ്മമായവ മുതൽ അനേകം മീറ്ററുകൾ നീളമുള്ള ഇനത്തിൽപ്പെട്ട ആൽഗകൾ വരെ കാണപ്പെടുന്നുണ്ട്. തവിട്ട് നിറത്തിലുള്ള ഒരു ആൽഗയാണ് എന്ത്? സർഗാസം. സർഗാസത്തിന്റെ നിറം എന്താണ്? തവിട്ട് നിറം. ഇത് ചോദിച്ചിട്ടുണ്ട്, പി വയ്ക്കുകയാണ് കേട്ടോ. ഒരു തവിട്ട് നിറത്തിലുള്ള ഒരു ആൽഗയാണ് എന്ത്? സർഗാസം എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനത്തെയൊക്കെ ഒരു ഷേപ്പിലായിരുന്നു കാണപ്പെടുന്നത്. സമുദ്രജലത്തിന് മുകളിൽ സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളാണ് സസ്യപ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? സമുദ്രജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന സൂക്ഷ്മജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സസ്യപ്ലവകങ്ങൾ എന്നും ഡെസ്റ്റിമോണുകളും എന്നും ഗോൾഡൻ ആൽഗകളും സയാനോ ബാക്ടീരിയകൾ എന്നൊക്കെ പറയപ്പെടുന്നത്. അപ്പം ഈ സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണമാണ് ഏത്? ഡെസ്മിഡുകളും ഗോൾഡൻ ആൽഗകളും സയാനോ ബാക്ടീരിയാസ് ഒക്കെ. നേരത്തെ നമ്മളൊരു രാസപ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ രാസസംശ്ലേഷണം നടത്തുന്ന ഒരു ബാക്ടീരിയ പറഞ്ഞല്ലോ, അത് സൾഫർ ബാക്ടീരിയ ആണ് കേട്ടോ. ഇത് വേറെ, ഇത് സയാനോ ബാക്ടീരിയ. സയാനോ ബാക്ടീരിയ ഫോട്ടോസിന്തസിസിലാണ് ഏർപ്പെടുന്നത്. പിന്നെ ഡെസ്മിഡുകളും ഗോൾഡൻ ആൽഗകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോട്ടോസിന്തസിസിൽ ഏർപ്പെടുകയും അതിലൂടെ ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സസ്യപ്ലവകങ്ങളുടെ സഹായത്താൽ അല്ലെങ്കിൽ ആൽഗകളുടെ സഹായത്താലാണ് ഈ ഭൂമിയിൽ എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ സ്റ്റേബിളായിട്ട് പോകുന്നത്. ഓക്കെ. കരമലിനീകരണം പോലെ തന്നെ സമുദ്ര മലിനീകരണം മനുഷ്യനെ ഉൾപ്പെടെയുള്ള ജീവികളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാനാകും ഇല്ലേ? ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫാക്ട്സ് ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞോളൂ. ഈ പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ എന്താണ്? കടലിൽ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? 2 ഐസ്ക്രീം വാങ്ങിക്കുന്നു, 1 കുപ്പി വെള്ളം വാങ്ങിക്കുന്നു, കഴിക്കുന്നു, കുപ്പിയും അതിൻ്റെ കവറും ഒക്കെ എന്ത് ചെയ്യുന്നു? കരയിലിട്ടിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നു ഇല്ലേ? എന്ത് നല്ല പ്രതിഭാസം. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇല്ലേ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു മാലിന്യത്തിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന വസ്തു. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല? ആ കടൽ തീരത്ത് അല്ലെങ്കിൽ എന്താണ് കടലിലേക്ക് എറിയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കടലിൽ മാത്രമല്ല, നമ്മുടെ ഈ
ഒഴുകുന്ന ജലങ്ങളിൽ, അതായത് ജലമാർഗ്ഗങ്ങളായ നദി, പുഴ, തോട്, നമ്മുടെ മുറ്റത്തെ തോട്, കനാല് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാലിന്യങ്ങളും നിക്ഷേപിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഹോബിയാണ് അല്ലേ, ഒരു രസമാണ് നമുക്കത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഈ മാലിന്യങ്ങളെല്ലാം ഒഴുക്കി എവിടെ കൊണ്ടുവിടുന്നു? കടലിലേക്ക് കൊണ്ടുവിടുന്നു. തന്മൂലം എന്ത് ചെയ്യുന്നു? കടലിൽ ഈ മാലിന്യങ്ങൾ കടലിലുള്ള ആവാസ വ്യവസ്ഥയെ വളരെ അധികം പ്രതികൂലമായി ബാധിക്കുകയും അതിലൂടെ അതായത് കടലിൻ്റെ മേൽത്തടത്തിൽ കിടക്കുന്ന സസ്യപ്ലവകങ്ങളെയും ആൽഗകളുടെയും വളർച്ചയ്ക്ക് അത് വളരെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. അതുമൂലം അവ നശിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓക്സിജൻ്റെ അളവ് കുറയും. അവസാനം ഇത് ആർക്ക് തന്നെ ദോഷമായിട്ട് വരും? നമ്മൾ കുഴിച്ച കുടി നമ്മൾ തന്നെ വീഴുന്ന അവസ്ഥ വരും. അതുകൊണ്ട് എന്ത് ചെയ്യാതിരിക്കുക? ഇത്തരം മാലിന്യങ്ങളൊന്നും ജലസ്രോതസ്സുകളിൽ ഉപേക്ഷിക്കാതിരിക്കുക. അങ്ങനെ ഉപേക്ഷിക്കുന്നവരെ തിരുത്തുക. സസ്യങ്ങൾ ഭൂമിയുടെ സമ്പത്ത്. ജീവലോകത്തിന്റെ നിലനിൽപ്പിന് സസ്യങ്ങൾ ചെയ്യുന്ന സേവനം നിസ്തുലമാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞവും ഫലപ്രദവും സ്വാഭാവികവുമായ വായു ശുദ്ധീകരണ സംവിധാനമാണ് എന്ത്? സസ്യങ്ങൾ. അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യുന്നതിനാലാണ് വിലമതിക്കാനാവാത്ത സേവനമാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ സസ്യങ്ങൾ ചെയ്യുന്നതില്ലേ, ജീവലോകത്തിന് ചെയ്യുന്നത്. പ്രകൃതി ദുരന്ത ലഘൂകരണത്തിനും സസ്യങ്ങൾക്ക് വലിയ പങ്കാണ് ഉള്ളത്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. കണ്ടൽ വനങ്ങൾ സുനാമിയെ ഒരു പരിധിവരെ തടയുന്നുണ്ട്. മുളങ്കാടുകൾ, ആറ്റുതർഫ, രാമച്ചം, ഇഞ്ചിപ്പുല്ല് എന്നിവ വെള്ളപ്പൊക്കത്തിൽ നദീതീരം ഇടിഞ്ഞു താഴാതെ സംരക്ഷിക്കുന്നു. മലകളിലെയും ചെങ്കൽ കുന്നുകളിലെയും മരങ്ങളും കുറ്റിക്കാടുകളും മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലാതാക്കാൻ ഇവയൊക്കെ സഹായിക്കുന്നുണ്ട്. മാംഗ്രൂവ് ഫോറസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ്. കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? കണ്ടൽ കാടുകളുടെ സംരക്ഷകൻ ആര്? കല്ലേൻ പൊക്കുടൻ ഇല്ലേ? PYQs ആണ് കേട്ടോ. പലതരത്തിലുള്ള കണ്ടലുകളുണ്ട് കേട്ടോ, ഒരുപാട് തരത്തിലുള്ള കണ്ടലുകളുണ്ട് കേട്ടോ. കണ്ടലുകളിനകത്ത് ഇപ്പോൾ നമ്മൾ മാവിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് പറയുന്നത് തന്നെ കണ്ടലിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ കണ്ടൽ ചെടികൾ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴല്ല പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുക. ടെക്സ്റ്റിനകത്തുള്ള ഫാക്ട്സ് ആണ് കേട്ടോ, വേറെ ഒന്നുമില്ല. പ്രകൃതി സംരക്ഷണം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ ഭാഗമാക്കണം. പ്രകൃതി വിവേകപൂർവ്വം ഉപയോഗിച്ച് നാളത്തെ തലമുറയ്ക്ക് കൈമാറുകയും വേണം. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ ഹരിത സസ്യങ്ങളാണ്. അതിനാൽ പ്രകൃതി സംരക്ഷണത്തിനായി സസ്യപരിപാലനം മുഖ്യ കടമയായി നാം ഏറ്റെടുത്തേ മതിയാകും. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, നോക്കിക്കോളൂ. താഴെ തന്നിരിക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം ഏത്? പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ എന്താണ്? ഹരിതകം ബി. ഓപ്ഷൻ ബി എന്താണ്? ഹരിതകം എ. സാന്തോഫിൽ, കരോട്ടിൻ. നമ്മൾ പഠിച്ചതാണ്. ആരാണ് നേരിട്ട് പങ്കെടുക്കുന്നത്? ഹരിതകം എ ആണ് നേരിട്ട് പങ്കെടുക്കുന്നത്. ബാക്കിയുള്ള 3 ഫാക്ട്സും എന്താണ്? ഹരിതകം ബിയും സാന്തോഫിലും കെരോട്ടിനും എന്താണ്? സഹായക വർണ്ണങ്ങളാണ് അല്ലേ, ആക്സസറി പിഗ്മെന്റ്സ് ആണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റുണ്ടെങ്കിൽ അടിവരയിട്ടിരിക്കുന്ന പദം മാറ്റി തെറ്റ് തിരുത്തുക. പ്രകാശ സംശ്ലേഷണത്തിൽ ഓക്സിജൻ ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ വിഘടനത്തിലൂടെയാണ്. ആണോ? അല്ല. പ്രകാശ സംശ്ലേഷണത്തിൽ ഓക്സിജൻ ഉണ്ടാക്കുന്നത് ജലം വിഘടിച്ചാണ്, H2O വിഘടിച്ചാണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല. ഇത് തിരുത്തി എന്ത് എഴുതണം? ഇവിടെ ജലം എന്ന് എഴുതണം കേട്ടോ, ജലം. ഓപ്ഷൻ ബി നോക്കിയേ. പ്രകാശ സംശ്ലേഷണത്തിന് ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണ്. ഇവിടെ എവിടെയാണ് തെറ്റുള്ളതെന്ന് പറഞ്ഞേ? പ്രകാശ സംശ്ലേഷണത്തിൽ ഇരുണ്ട ഘട്ടം നടക്കുന്നത് സ്ട്രോമയിൽ തന്നെയാണ്, നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത് നോക്കൂ. ഗ്ലൂക്കോസ് ഫ്ലോയം കുഴലിലൂടെ സംവഹനം ചെയ്യപ്പെട്ട് സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു. ഗ്ലൂക്കോസ് ആണോ ഫ്ലോയം കുഴലിലൂടെ സംവഹനം ചെയ്യുന്നത്? അല്ല, ഗ്ലൂക്കോസ് അല്ല സംവഹനം ചെയ്യുന്നത്. ഏത് രൂപത്തിലാണ്? അന്നജ രൂപത്തിലാണ്, അല്ലെങ്കിൽ സുക്രോസ് രൂപത്തിലാണ് അല്ലേ. ഫ്ലോയം കുഴലിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? സുക്രോസ് രൂപത്തിലാണ് അല്ലേ. ഗ്ലൂക്കോസിനെ അന്നജമാക്കി ഉപയോഗിക്കുന്നു, ബാക്കി സുക്രോസ് രൂപത്തിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അന്നജ രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. ഫ്ലോയം കുഴലിലൂടെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിച്ചിട്ട് എന്ത് ചെയ്യുന്നു? വിവിധ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യും? സംഭരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും എന്താണ്? തെറ്റായിരുന്നു സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി എന്താണ്? കറക്റ്റ് ആണ്. ഇരുണ്ട ഘട്ടം നടക്കുന്നത് എവിടെ തന്നെയാണ്? സ്ട്രോമയിൽ തന്നെയാണ്. സ്ട്രോമ എന്താണെന്ന് വെച്ചാൽ ഹരിതകണത്തിലെ ദ്രാവക ഭാഗമാണ്. ഒരിക്കലും മറന്നു പോകല്ല അങ്ങനെ ഒരു കാര്യം കേട്ടോ. സ്തരസഞ്ചിയുടെ അടുക്ക് പോലെ
കാണപ്പെടുന്നത് എന്താണ്? ഗ്രാനയാണെന്നും മറന്നു പോകല്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ എന്ന് പറയുന്ന ചാപ്റ്റർ ഫുള്ള് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.